ഒരു മനുഷ്യൻ മല കയറാൻ പോയൊരു കഥയാണ്. തൻ്റെ ബാല്യകാലം മുതൽ കേൾക്കുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ ഒരു ഉയർന്ന മലയുണ്ട്. ആ മലയുടെ നെറുകയിൽ ആയുസ്സിൽ ഒരു വട്ടമെങ്കിലും പോകണം. ചിലർക്ക് അതൊരു തീർത്ഥാടന കേന്ദ്രമാണ്, മറ്റു ചിലർക്ക് അതൊരു വിനോദസഞ്ചാര കേന്ദ്രം ഒക്കെയാണ്. എന്നാൽ ബാല്യത്തിലും കൗമാരത്തിലുമൊക്കെ പഠനം, അതിൻ്റെ തിരക്കുകൾ, സ്വാതന്ത്ര്യമില്ലായ്മ, പല കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് പോകാൻ പറ്റിയില്ല. യൗവനത്തിലെത്തിയപ്പോൾ അയാൾ ജോലിയൊക്കെ കിട്ടി, വിവാഹിതനായി, കുഞ്ഞുങ്ങളായി. പിന്നെ അത്തരം തിരക്കുകൾ കൊണ്ടും അയാൾക്ക് ഈ മലകയറ്റം സാധ്യമായില്ല. ഒടുവിൽ കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു വിശ്രമ ജീവിതം നയിക്കാൻ അയാൾ ഒരുങ്ങുന്ന ഒരു സമയത്ത് ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച് എന്നാൽ ഇനിയും ആ മലയൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അയാൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അയാൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഗ്രാമത്തിൻ്റെ അതിർത്തിയിലെത്തി. ആ മലയുടെ അടിവാരത്തിലെത്തി. ആ മലയുടെ നെറുകയിലേക്ക് കയറിപ്പോകാൻ ആ മലയുടെ അടിവാരത്തിൽ നിന്ന് വ്യത്യസ്തങ്ങളായ വഴികളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഏതൊരു മലയുടെയും പീക്ക് ഒന്നേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ ചുറ്റും ആ റേഡിയൻസിൽ പല മാർഗങ്ങളുണ്ട്. ഋഗ്വേദം ആരംഭിക്കുന്ന ഒരു ശ്ലോകം തന്നെ അങ്ങനെയാണ്: ഏകം സത് വിപ്രാബഹുത വദന്തി. സത്യം ഒന്നേ ഉള്ളൂ, അതിലേക്ക് അനേകം മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ മലയുടെ ശിഖ ഒന്നേ ഉള്ളൂ, അതിലേക്ക് അയാൾക്ക് കടന്നു പോകാൻ ഇതിന് ചുറ്റും വഴികളുണ്ട്. അതിലൊന്നാമത്തെ ഒരു വഴിത്തലയ്ക്കൽ അയാളെത്തി. അപ്പോൾ ചില ആളുകളൊക്കെ ആ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. കയറിപ്പോയവരാണ് നേരത്തെ. അപ്പോൾ അവർ ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ സ്വാഭാവികമായ കൗതുകത്തോടു കൂടി അയാൾ അവരോട് ചോദിച്ചു, ഈ മലയുടെ മുകളിലേക്കുള്ള കയറ്റം എങ്ങനെയാണ്? പാടാണോ? നമ്മളങ്ങനെയാണല്ലോ, പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒത്തിരി അന്വേഷണം നടത്താറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, മലയുടെ കയറ്റം ഇച്ചിരി ക്ലേശകരമാണ്, അതിന് പ്രത്യേക ഒരുക്കമൊക്കെ വേണം. എന്നാലും ആ ക്ലേശങ്ങളൊക്കെ സഹിച്ച് ആ മലയുടെ നെറുകയിലെത്തുമ്പോൾ ആ ഉത്തുംഗതയിലെ തുങ്കാനുഭവം, ആ പീക്ക് എക്സ്പീരിയൻസ്, അത് അവർണ്ണനീയമാണ്, അവാജ്യമാണ് എന്നൊക്കെ പറഞ്ഞ് അയാളെ വല്ലാതെ മോഹിപ്പിച്ചു. അപ്പോൾ അയാൾക്ക് ആ ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഈ മലയുടെ നെറുകയിൽ കിട്ടും എന്നൊക്കെ അയാൾക്കൊരു തോന്നലുണ്ട്. അങ്ങനെ ഒരു അറിവ് അയാൾക്ക് കിട്ടി. പക്ഷേ അയാൾ ആ വഴിക്ക് മല കയറിയില്ല. അയാൾ ഈ മലയുടെ അടിവാരത്തിൽ കൂടി ഇങ്ങനെ വീണ്ടും വട്ടം നടക്കുകയാണ്. വട്ടം നടന്നപ്പോൾ അടുത്തൊരു വഴി കണ്ടു മുകളിലേക്ക്. അപ്പോൾ ആ വഴിയിൽ കുറച്ച് ആളുകൾ ഈ മലയിലേക്ക് കയറിപ്പോകാൻ നിൽപ്പുണ്ട്. അപ്പോൾ അയാൾ നോക്കിയപ്പോൾ അയാളുടെ കയ്യിലില്ലാത്ത ചില സാധനങ്ങളൊക്കെ ഈ പോകാൻ ഒരുങ്ങി നിൽക്കുന്നവരുടെ കയ്യിൽ, പ്രത്യേക ബൂട്ട്സ് ഉണ്ട്, ജാക്കറ്റുണ്ട്. അപ്പോൾ അവരോടും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മുകളിലോട്ട് ചെല്ലും തോറും, ഓരോ സ്റ്റേഷൻ കയറും തോറും തണുപ്പ് കൂടാം, ശ്വാസത്തിൻ്റെ പ്രയാസം ഉണ്ടാവും, ഓക്സിജൻ. അപ്പോൾ അതിൻ്റെ എല്ലാത്തരം കരുതലുകളും ഉണ്ടാവണം. അങ്ങനെ മല കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം അയാൾക്ക് അറിവ് കിട്ടി. അയാൾ ആ വഴി കൂടെയും കയറിയില്ല. അയാൾ വീണ്ടും ഈ മലയുടെ ചുറ്റും കറങ്ങുകയാണ്. അടുത്തൊരു വഴിത്തലയ്ക്കലെത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ കുറേ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഈ മല കയറാനുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ്.
അപ്പോൾ ആ കടക്കാർ വാചാലമായി പറഞ്ഞു ഇന്ന ഇന്ന സാധനം വേണം, അത് വേണം, ഇത് വേണം, ഇങ്ങനെയൊന്നും പോയാൽ പറ്റില്ല. എല്ലാ ഔന്നത്യങ്ങളുടെയും താഴെ ബിസിനസ്സുണ്ട്. അത് ആത്മീയതയായാലും ഭൗതികതയായാലും അല്ലേ, ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല ബിസിനസ്സുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ പറഞ്ഞു ഇങ്ങനെയാണ് അങ്ങനെയാണ്. ചുരുക്കത്തിൽ അയാൾ ഇങ്ങനെ ഈ വട്ടം കറങ്ങി തിരിച്ച് ആദ്യത്തെ വഴിത്തലക്കിൽ എത്തിയപ്പോഴേക്കും ഈ മല കയറേണ്ടത് എങ്ങനെയാണ്, മല കയറാൻ എന്തൊക്കെ സാധനങ്ങൾ സാമഗ്രികൾ കയ്യിൽ കരുതണം, ഈ ക്ലേശങ്ങളെല്ലാം സഹിച്ച് ആ മലയുടെ നെറുകയിൽ കയറിയാൽ കിട്ടാവുന്ന ആ അനുഭവം, ശ്രേഷ്ഠാനുഭവം എന്താണ് എന്നിങ്ങനെ ഈ മലകയറ്റത്തെക്കുറിച്ച് സമഗ്രമായ ഒരറിവ് അയാൾക്ക് കിട്ടി. അപ്പോൾ അയാൾ തീരുമാനിച്ചു ഇനി എന്തിനാ മല കയറുന്നത്. അയാൾ തിരിച്ച് വീട്ടിൽ പോയി. എല്ലാത്തിനെ കുറിച്ച് അറിവ് കിട്ടി. ഇനി എന്തിനാ മല കയറുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് അറിവ് അനുഭവമാകുന്നില്ല എന്നുള്ളതാണ്. ജീവിതത്തിലെ അറിവുകൾ അനുഭവമാകുന്നില്ല എന്നുള്ളതാണ്. നമുക്കും അറിവുകളുണ്ട്, ദൈവമാരാണ്, സൺഡേ സ്കൂൾ തൊട്ട് പഠിക്കുന്നുണ്ട്. മനുഷ്യനാരാണ്, ഈ പ്രപഞ്ചം എന്താണ്, ഇങ്ങനെ തിയോളജി, ഫിലോസഫി, ഹിസ്റ്ററി, ജോഗ്രഫി, എന്തെല്ലാം അറിവുകൾ നമുക്കുണ്ട്. പക്ഷേ ഈ അറിവുകളൊന്നും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുന്നില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന അതിവൈകാരിക സമ്മർദ്ദങ്ങൾ നാം പ്രതിനിധാനം ചെയ്യുന്ന സുവിശേഷ മൂല്യങ്ങൾ പ്രായോഗികമാക്കുന്നതിൽ നിന്ന് നമ്മെ തടസ്സപ്പെടുത്തുമ്പോഴുണ്ടാവുന്ന ഒരു ആത്മസംഘർഷം, അതിൻ്റെ ഭൂമികയിലാണ് സത്യത്തിൽ ഇന്ന് ആത്മാന്വേഷണം നടത്തുന്ന സത്യാന്വേഷികളായ മനുഷ്യരൊക്കെ പെട്ടുപോയിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പ്രഹേളികയല്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയിൽ ലോർഡ് കേഴ്സൻ്റെ കാലത്താണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതുവരെ ഇന്ത്യയിൽ ഗുരുകുല വിദ്യാഭ്യാസമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഇന്ത്യക്കാരുമല്ല, സിസ്റ്റർ നിവേദിതയാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയാണ്, പക്ഷെ അവരൊരു യൂറോപ്യൻ വനിതയാണെന്നറിയാം നിങ്ങൾക്ക്. ദ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സിസ്റ്റർ നിവേദിതയിൽ സിസ്റ്റർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ താൻ എതിർക്കുന്നത്. വെസ്റ്റേൺ സ്കൂളിങ്ങിൻ്റെ ചില രീതികളെയെങ്കിലും ഞാൻ കർശനമായി എതിർക്കുന്നത് ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷത എന്താണെന്ന്. അതിലെ കാതലായ ഒരാശയം ഇതാണ്: ഗുരുകുല വിദ്യാഭ്യാസവും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും തമ്മിൽ പ്രധാനമായൊരു വ്യത്യാസമുണ്ട്. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഗുരുവിൻ്റെ കൂടെയാണ് ശിഷ്യൻ താമസിക്കുന്നത്, ഗുരുവിൻ്റെ കുടുംബത്തോടു കൂടി. റെസിഡൻഷ്യൽ സ്കൂളാണ്. അപ്പോൾ ഗുരു ക്ലാസ്സിൽ വരുമ്പോൾ മാത്രമല്ല ഗുരുവിനെ കാണുന്നത്. ഗുരു പശുവിനെ കുളിപ്പിക്കുമ്പോഴും ഗുരു ഭക്ഷണം കഴിക്കുമ്പോഴും ഗുരുവിൻ്റെ ദൈനംദിന വ്യാപാരങ്ങളിൽ എല്ലാം അയാൾ ഏർപ്പെടുമ്പോൾ ഈ ശിഷ്യൻ അയാളെ കാണുന്നുണ്ട്. എന്നാൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ ക്ലാസ് മുറിയിലേക്ക് ഒരു അധ്യാപകൻ കടന്നു വരികയും ആ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അറിവുകൾ പറഞ്ഞു കൊടുക്കുന്ന സമയം മാത്രം അവർ തമ്മിൽ സമ്പർക്കം പുലർത്തുകയും
ക്ലാസ് ടൈം കഴിയുമ്പോൾ അയാൾ വീട്ടിൽ പോവുകയും കുട്ടികൾ അവരുടെ വീട്ടിൽ പോവുകയും ചെയ്യുന്നു. ഒരു ടെക്സ്റ്റുണ്ട്. ആ ടെക്സ്റ്റിൻ്റെ താഴെ 3-4 ചോദ്യങ്ങൾ കാണും. ആ ചോദ്യങ്ങളുടെ ഉത്തരം അധ്യാപകൻ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും. അത് കുട്ടികൾ നോട്ട് എഴുതും. എന്നിട്ടത് കാണാതെ പഠിക്കും, പരീക്ഷ എഴുതും. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ കണ്ടാണ് പഠിച്ചത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ കാണാതെയാണ് പഠിക്കുന്നത്. ഇത് തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഗുരുകുല വിദ്യാഭ്യാസം നിലനിന്നിരുന്ന കാലത്ത് ശിഷ്യന് കാണാൻ കൊള്ളാവുന്ന ജീവിതം നയിക്കണമെന്നുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വ ബോധം ഓരോ ഗുരുക്കന്മാർക്കും ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ അത് നിർബന്ധമുണ്ടോ? ശിഷ്യന് കാണാൻ കൊള്ളാവുന്ന ജീവിതം നയിക്കണമെന്നൊരു നിർബന്ധമില്ല. പഠിപ്പിച്ചാൽ മതി, ആ ടൈമിൽ പഠിപ്പിച്ചാൽ മതി. ഇത് ഒരു പാരഡിം ഷിഫ്റ്റായിരുന്നു. അപ്പോൾ മക്കൾക്ക് കാണാൻ കൊള്ളാവുന്ന ജീവിതം നയിക്കണമെന്നുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും കുറഞ്ഞു വരുന്നു. കാരണം അവർക്ക് ചെലവിന് കൊടുത്ത് അവരെ സ്കൂളിൽ വിടുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ബസ്സിൽ കയറ്റി വിടുന്നുണ്ട്. അവൻ പഠിക്കണം, ഞാൻ കാശ് മുടക്കുന്നുണ്ട്. അവൻ എന്ത് പഠിക്കണമെന്നുള്ളത് അവൻ സ്കൂളിലാണ് പഠിക്കേണ്ടത്, അല്ലാതെ എന്നെ കണ്ടല്ല അവൻ പഠിക്കേണ്ടത്. ഒരു പള്ളിയിലെ അച്ഛനോ മെത്രാനോ ഇത് തന്നെ അവസ്ഥ വരും. ജനങ്ങൾക്ക് കാണാൻ കൊള്ളാവുന്ന ജീവിതം നയിക്കണമെന്നുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വ ബോധം ലാഘവപ്പെടും. കാരണം നമ്മൾ വരുന്നു, പ്രസംഗിക്കുന്നു, തിരിച്ചു പോകുന്നു. പ്രസംഗം കൊള്ളായിരുന്നു, പക്ഷെ ആളോ? ഇതറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്ന ഒരു അപകടമാണ്. അറിവ് അനുഭവമാകുന്നില്ല, അത് പറയുന്ന അറിവും പഠിക്കുന്ന അറിവും. ഇതൊരു വലിയ ആത്മീയ പ്രതിസന്ധിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, 7-ാം അധ്യായത്തിൽ, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. 7-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ ഞാനൊന്ന് വായിക്കാതെ, നിങ്ങൾക്കെല്ലാം മനഃപ്പാഠമായിരിക്കുന്ന ഒരു വാക്യമായിരിക്കും. എങ്കിലും, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൽ, എൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതിങ്ങനെ പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്, ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഇതിനെ നല്ല സംസ്കൃത ഭാഷയിൽ ക്ലാന്തി എന്ന് വിശേഷിപ്പിക്കും. വൈക്ലഭ്യം അല്ലെങ്കിൽ ക്ലാന്തി. ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായം, അർജുന വിഷാദയോഗം. ആധ്യാത്മസാധകൻ ആദ്യം നേരിടുന്ന പ്രതിസന്ധിയാണ് അതിൽ വിശേഷിപ്പിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരു വശത്ത് ഗോത്രപിതാവായ ഭീഷ്മർ നിൽക്കുന്നു, ഗുരുവായ ദ്രോണർ നിൽക്കുന്നു, ജ്യേഷ്ഠ സഹോദരങ്ങൾ നിൽക്കുന്നു, മാതുലന്മാർ നിൽക്കുന്നു, അമ്മാവന്മാർ നിൽക്കുന്നു. അർജുനൻ പേരിൽ തളർന്നുപോയി. അയാൾക്ക് അമ്പും വില്ലും കുലയ്ക്കാൻ പറ്റുന്നില്ല. അയാളുടെ മനോവീര്യം ക്ഷയിച്ചു. ഇതാണ് അർജുന വിഷാദയോഗം. അവിടെയാണ് കൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത് നമുക്കറിയാം.
ആ അർജുന വിഷാദ യോഗത്തിൽ അർജുനൻ അനുഭവിക്കുന്ന ആ മാനസികമായ ക്ലേശം, അത് ആധ്യാത്മ സാധനയിൽ ആത്മശാന്തിയിലേക്കുള്ള പ്രയാണത്തിൽ യഥാർത്ഥത്തിൽ ചരിക്കുവാൻ തുടങ്ങുന്ന ഒരുവൻ്റെ ആദ്യ പടിയിൽ അവനുണ്ടാകുന്ന ആത്മസംഘർഷമാണ്. അതായത് ഞാൻ ബദ്ധനുമല്ല, ഞാൻ മുക്തനുമല്ല എന്നുള്ള തിരിച്ചറിവ്. ഞാൻ ബദ്ധനല്ല, ഞാൻ കെട്ടപ്പെട്ടവനല്ല, എന്നാൽ ഞാൻ മുക്തനല്ല, ഞാൻ ലിബറേറ്റഡുമല്ല. അതാണ് ഇവിടെ ബൈബിൾ ഭാഷയിൽ ഞാൻ വായിച്ചത്. ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഇത് നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മനോക്ലേശമാണ്. നമ്മളതിനെ ഗൗരവമായി എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഗുരുക്കന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഘർഷമില്ല എങ്കിൽ നമ്മൾ തിന്മയുടെ പക്ഷത്താണ് എന്നാണ് അതിൻ്റെ തെളിവ്. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഘർഷമുണ്ട് എങ്കിൽ നമ്മൾ തിന്മയുടെ പക്ഷത്ത് നിന്ന് മാറാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ വഴിയിലാണ്. സൽഗുണ പൂർണ്ണതയിലേക്കുള്ള ആ വഴിത്താരയിലെ അധ്വാനത്തിലാണ് നമ്മൾ. ആധ്യാത്മികത എന്ന് പറയുന്നത് വലിയ അധ്വാനം ആവശ്യമുള്ള സംഗതിയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്ന് പറയുമ്പോൾ ഫിലോക്കാലിയ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ അതിനെ ആധ്യാത്മികമായ അധ്വാനത്താൽ ഭാരപ്പെടുന്നവരെ, ആത്മസംഘർഷത്തിൽപ്പെടുന്നവരെ എന്ന് വ്യാഖ്യാനിക്കുന്ന പിതാക്കന്മാർ പോലും ഉണ്ട്. ഈ ബദ്ധനാവുക, ബുദ്ധനാവുക എന്നൊക്കെ പറയുന്നതിന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ബുദ്ധിസ്റ്റ് ഐക്കണോഗ്രഫിയിൽ, ബുദ്ധിസ്റ്റ് ചിത്രകലയിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പടമുണ്ട്. ഒരു മരത്തിൻ്റെ ചുവട്ടിലൊരു മനുഷ്യനിരിക്കുന്നു. ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ബുദ്ധൻ്റെ ചിത്രമാണ്. മരം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയുമോ? മാരനിരിക്കുന്ന ഇരിപ്പിടമാണ് മരം. മാരൻ എന്നാൽ കാമദേവൻ, ദ ഗോഡ് ഓഫ് ഡിസൈഴ്സ്, ആഗ്രഹങ്ങളുടെ ദേവൻ. മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനനശേഷിയുള്ളവനാണ് മനുഷ്യൻ, ചിന്തിക്കാൻ ശേഷിയുള്ളവൻ. അതാണല്ലോ മൃഗത്തേക്കാൾ അവനുള്ള സവിശേഷത, വിവേചന ബുദ്ധി, ചിന്തിച്ച് വിവേചിക്കാനുള്ള വിവേചന ബുദ്ധി. ആ മനനശേഷിയുള്ള മനുഷ്യൻ ഏതൊരു മനുഷ്യനാണോ തൻ്റെ ചിന്താശേഷി ഉപയോഗിച്ച് തൻ്റെ ആഗ്രഹങ്ങളുടെ, കാമനകളുടെ, താല്പര്യങ്ങളുടെ, അഭീഷ്ടങ്ങളുടെ പുറത്ത് കയറിയിരുന്ന് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത്, അവനാണ് ബുദ്ധൻ, ദ ലിബറേറ്റഡ് വൺ. അതാ പടത്തിൻ്റെ അർത്ഥം. ബദ്ധനല്ലാത്തവനാണ് ബുദ്ധൻ. ഒരു ബോണ്ടേജിലും പെടാതെ മുക്തമാനസനായി ജീവിക്കാൻ ശേഷിയുള്ളവൻ, ആകാശപ്പറവകളെപ്പോലെ ജീവിക്കാൻ, സകലവും പൊതുവക എന്നെണ്ണാൻ മനസ്സുള്ളവൻ, ദ സ്പിരിറ്റ് ഓഫ് നോൺ പൊസസീവ്നെസ് ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവൻ, ഈ ലോകത്തിലൊരു കാര്യവിചാരകത്വം മാത്രമേ എനിക്കുള്ളൂ എന്ന് തിരിച്ചറിയുന്നവൻ, ഈ ഭൂമിയിൽ ഞാൻ പരദേശിയാണെന്നുള്ള കൃത്യമായ അവബോധമുള്ളവൻ, നിത്യജീവനിലാണ് എൻ്റെ ശാശ്വത പ്രതീക്ഷ എന്നുള്ള ബോധ്യമുള്ളവൻ, അവനാണ് ബുദ്ധൻ അല്ലെങ്കിൽ മുക്തൻ. ഈ വാക്കൊക്കെ മതത്തിൻ്റെ കാറ്റഗറിയിൽ പെടുത്തി നമ്മൾ വല്ലാതെ വർഗീകരിച്ച് വാക്കിനെ വ്യഭിചരിച്ച് അതിൻ്റെ അർത്ഥം കെടുത്തിയിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് പറയാൻ പോലും പേടിയാണ്. പള്ളിയിൽ ബുദ്ധൻ എന്ന് പറയാൻ പറ്റുമോ? മുക്തൻ എന്ന് പറയാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ ആ വാക്കിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് അർത്ഥത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇപ്പോൾ നമ്മളുടെ സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ, ഗ്രിഗറി ഓഫ് നിസായുടെ എഴുത്തിൽ പറയുന്ന ഉപയോഗിക്കുന്ന വാക്കാണ് ഡിസ്പാഷനേറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. മുക്തമാനസമാണ് ഡിസ്പാഷനേറ്റ് സ്റ്റേറ്റ്. അത് സ്പിരിച്വാലിറ്റിയിലെ ഒരു പാരമ്യമാണ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ദ സോങ് ഓഫ് ദ സോങ്സ് എന്ന് പറയുന്ന ഉത്തമ ഗീതം എന്ന് പറയുന്ന പുസ്തകം, പൊതുവെ ആൾക്കാരധികം വായിക്കാത്ത ഒരു പുസ്തകമാണ്. ആൾക്കാർ വിചാരിക്കുന്നത് അതങ്ങനെ വായിക്കുന്ന ഒരു പുസ്തകമല്ലെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ
വേദപുസ്തകത്തിൽ ഇതിൻ്റെ ഓർഡർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ പുസ്തകത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് കേട്ടോ. സോങ് ഓഫ് ദ സോങ്സിന് ഗ്രിഗറി ഓഫ് നിസയുടെ ഒരു കമൻട്രി ഉണ്ട്. ഹോളി ഓഫ് ദ ഹോളീസ് എന്നതിൻ്റെ പേര്. വിശുദ്ധതകളുടെ വിശുദ്ധ സ്ഥലം. വേദപുസ്തകത്തിൽ ഈ വിസ്ഡം ലിറ്ററേച്ചറിലാണ് ഉത്തമഗീതം പെടുന്നത്. ആ വിസ്ഡം ലിറ്ററേച്ചറിൽ പെടുന്ന ഉത്തമഗീതത്തിന് തൊട്ടു മുമ്പ് 2 പുസ്തകങ്ങൾ ഒരു ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം സദൃശ്യവാക്യങ്ങൾ, അതിനുശേഷം സഭാപ്രസംഗി, പിന്നെ ഉത്തമഗീതം. ഇങ്ങനെയാണല്ലോ ഓർഡർ കിടക്കുന്നത്. ആ ഓർഡറിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. അതായത് ഒരാത്മാവിൻ്റെ സത്യാന്വേഷണത്തിൻ്റെ ക്രമമാണ് ആ 3 പുസ്തകങ്ങളുടെ ക്രമം. ആദ്യം സദൃശ്യവാക്യം. സദൃശ്യവാക്യത്തിൽ എന്താ പറയും? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അപ്പനെ അനുസരിക്കണം, അമ്മയുടെ ഉപദേശം മറക്കരുത്, മടിയ ഉറുമ്പിനെ നോക്കി പഠിക്ക്, കുറെ കൂടി നിദ്ര, കുറെ കൂടി ഉറക്കം, പട്ടിണി നിൻ്റെ വീട്ടിൽ കയറി വരും, അല്ലേ? ഇങ്ങനെ ഈ ഭൂമിയിലെ എത്തിക്സ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമിയിലെ സദൃശ്യവാക്യങ്ങളെല്ലാം, പഴഞ്ചൊല്ലുകൾ, ഉത്തമ വചനങ്ങൾ, സുഭാഷിതങ്ങൾ എല്ലാം കൂടി സമാഹരിച്ച് പഠിപ്പിച്ചു വയ്ക്കുകയാണ്. ഈ ഭൂമിയിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം, ഭൗമികമായ ഒരു നൈതികതയെക്കുറിച്ച് കൃത്യമായി നമുക്കൊരു ബോധം തരികയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം, പെരുമാറണം എന്ന് പഠിപ്പിച്ചതിന് ശേഷം തൊട്ടടുത്ത പുസ്തകം സഭാപ്രസംഗി. ആ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സകലവും മായ, സൂര്യന് കീഴിൽ കാണുന്നതെല്ലാം മായ. അവസാനിക്കുന്നത് എങ്ങനെയാണ്? അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. പിള്ളേർ നോട്ട് ചെയ്ത് വെച്ചോണം വാക്യം. പുസ്തകങ്ങൾ ഓരോന്നുണ്ടാക്കുന്നതിന് ഒരു അവസാനവും ഇല്ല. അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം. അങ്ങനെ സഭാപ്രസംഗം പറഞ്ഞിരിക്കുന്നു. അവനത് നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ലോകത്തിലെ എത്തിക്സ് എല്ലാം പഠിച്ചതിന് ശേഷം നമ്മളോട് പെട്ടെന്ന് നമ്മുടെ ബോധത്തിലൊരു പ്രഹരം തരുവാണ്. ഇറ്റ് ഈസ് ടെമ്പറൽ. ദിസ് വേൾഡ്, മെറ്റീരിയൽ വേൾഡ് ഈസ് ടെമ്പറൽ. ഇത് മായയാണ്, ഇല്യൂഷനാണ്, ഇത് താൽക്കാലികമാണ്. ഈ ബോധത്തിന്മേലുള്ള പ്രഹരം എങ്ങനെയാണെന്നറിയാമോ? സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് സ്കൂളിലൊക്കെ ഇപ്പോൾ സാറ് ബോർഡിലോട്ട് തിരിഞ്ഞ് പണ്ട് നമ്മൾ ഈ എഴുതുന്ന സമയത്ത് പുറകെ പിള്ളേർ പയ്യെ വർത്തമാനം പറയാൻ തുടങ്ങും. അപ്പോൾ സാറ് എന്ത് ചെയ്യും? തിരിഞ്ഞ് നിന്നിട്ട് ആ ഡെസ്കിൽ ഒരു അടി അടിക്കും, മേശയിൽ ഒരു അടി അടിക്കും. അപ്പോൾ സൈലൻ്റ് ആവും. അത് ഒരു എക്സ്റ്റേണൽ പ്രഹരമാണ്. ഇൻറ്റേർണൽ പ്രഹരങ്ങളുണ്ട്, ബോധത്തിന്മേൽ നടത്തുന്ന പ്രഹരങ്ങളുണ്ട്. വളരെ പോപ്പുലറായ ഒരു പ്രഹരമുണ്ട് ഈ ബുദ്ധന്മാരുടെ പാരമ്പര്യത്തിൽ. ഞാനത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പറയും, എന്നോട് തന്നെ പറയുന്നതാണ്. ബുദ്ധിസ്റ്റ് കോൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഒത്തിരി കോനുകളുണ്ട്. ഒരു കോൻ ചുമ്മാ നിങ്ങളുടെ ബോധത്തിൽ ഒന്ന് തട്ടട്ടെ. നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ മുഖത്താണോ ബാക്കിയുള്ളവരുടെ പുറത്താണോ കൂടുതൽ സമയം ഇരിക്കുന്നത്? തന്നെ അകത്തോട്ട് നോക്കിയാൽ മതി. ഇതിന് ഉത്തരവൊന്നും ആർക്കും കൊടുക്കേണ്ട ചോദ്യമല്ല. ചുമ്മാ ബോധത്തിൽ ഒരു അടി അടിച്ചിട്ട് ഈ സൈഡിൽ കൂടെ അങ്ങ് പോകും. സത്യം പറഞ്ഞ് ഇന്നത്തെ ധ്യാനത്തിന് ഇതാണെങ്കിലും മതി. വെറുതെ 1 മണിക്കൂറൊന്നും വലിച്ചിട്ട് പറയേണ്ട കേസ് ഇല്ല നമുക്ക്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വന്നത്? നമ്മളുടെ ബോധത്തിന്മേൽ ലഭിക്കുന്ന പ്രഹരം. അപ്പോൾ സഭാപ്രസംഗയിൽ ഇത്തരത്തിലൊരു ബോധപ്രഹരം നടത്തുകയാണ്. ദിസ് വേൾഡ് ഈസ് ടെമ്പറൽ. അത് കഴിഞ്ഞിട്ടാണ് 3-ാമത്തെ പുസ്തകത്തിലേക്ക് വരുന്നത്. ഈ ഭൂമിയെക്കുറിച്ച് പഠിപ്പിച്ചു. ഈ ഭൂമിക്ക് അതീതമായ ഒന്നുണ്ട് എന്നും പഠിപ്പിച്ചതിന് ശേഷം പറയുന്നു, സോങ് ഓഫ് ദ സോങ്സ്, ഹോളി ഓഫ് ദ ഹോളീസ്, വിശുദ്ധതകളുടെ വിശുദ്ധ സ്ഥലത്തേക്കുള്ള ഒരു പരിരംഭണം. അതെങ്ങനെ? മണവാട്ടി മണവാളനെ അന്വേഷിച്ച് പ്രണയാതുരമായി നടത്തുന്ന ഒരു കാൽപ്പനിക പ്രയാണമാണ്
പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഉണർത്തരുത്. മുന്തിരിത്തോട്ടങ്ങളിൽ ചെന്ന് നമുക്ക് രാപ്പാർക്കാം. പത്മരാജൻ്റെ സിനിമയിലോട്ടൊന്നും പോലെ ഈ ഉത്തമഗീതം വായിച്ച അന്നേരം മോഹൻലാലിനെയാണ് മനുഷ്യന്മാർ ഓർക്കുന്നത്. കാരണം പുള്ളി അത്രയും മനോഹരമായിട്ടത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കാമുകി അല്ലെങ്കിൽ മണവാട്ടി ഒരു സ്ഥലത്ത് ചെല്ലുന്നു. പെട്ടെന്ന് അവൾ കരയുവാണ്. അവനിവിടെ ഉണ്ടായിരുന്നു, അവൻ്റെ സൗരഭ്യം ഇപ്പോഴും ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ. അടുത്ത സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും അവനിവിടെ ഉണ്ടായിരുന്നു, ജസ്റ്റ് മിസ്സാണ്. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഐ മിസ് യു ഇടാന്ന് ഒത്തിരി പ്രാവശ്യം പറയാനുള്ള പ്ലോട്ട് ഉത്തമഗീതത്തിൽ കിടപ്പുണ്ട്. സൂക്ഷിച്ച് വായിച്ചാൽ മതി. ഐ മിസ് യു എന്ന് പറയാൻ ഒത്തിരി സ്ഥലം ഇതിനകത്ത് കിടപ്പുണ്ട്. അത് വളരെ കാവ്യാത്മകമായിട്ട് എഴുതിയിരിക്കുകയാണ് അവിടെ. അവൾക്ക് വല്ലാതെ അങ്ങ് മിസ് ചെയ്യുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? ക്രിസ്തുവിലേക്കുള്ള ആത്മാവിൻ്റെ പ്രയാണം അതൊരിക്കലും അവസാനിക്കുന്നതല്ല. കാരണം ഗോഡ് ഈസ് ഹോളി as well as God is eternal. So, the journey to holiness is an eternal progression. അങ്ങനെയാണ് പിതാക്കന്മാർ കൺക്ലൂഡ് ചെയ്യുന്നത്. ദൈവം വിശുദ്ധനാണ്, ദൈവം നിത്യനാണ്. അതുകൊണ്ട് ആ വിശുദ്ധിയിലേക്കുള്ള പ്രയാണം ഒരു നിത്യ പുരോഗമനമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ മുക്തമാനസത്തിലേക്ക്, ഡിസ്പാഷനേറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക്. കാരണം വേറൊന്നും അവരെ തടസ്സപ്പെടുത്തുന്നില്ല ഈ പ്രയാണത്തിൽ. ദൈവിക വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ വേറൊന്നും അവനെ പുറകോട്ട് ഡ്രാഗ് ചെയ്യുന്നില്ല. അങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോഴാണ് അവൻ ബദ്ധനാവുന്നത്. എന്നാൽ അവന് മുക്തനാകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ധർമ്മസങ്കടത്തിലാണ് നമ്മൾ പെട്ടുപോകുന്നത്. ബുദ്ധി കൊണ്ട് ദൈവത്തെയും ജഡം കൊണ്ട് പാപത്തെയും. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയുടെ ക്രൈറ്റീരിയൻ ക്രിസ്തു തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 3 സാധ്യതകൾ മുന്നോട്ട് വെച്ച് തരാം. ഞാനല്ല, സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം ഇന്നലെ പഠിപ്പിച്ച അതേ സഭാപിതാവിൻ്റെ തന്നെ മറ്റൊരെഴുത്താണ് ഇന്ന് പറഞ്ഞു വയ്ക്കാനുള്ളത്. സെൻറ്റ് ജോൺ ക്രിസോസ്റ്റത്തിൻ്റെ ഒരു വരിയാണ്: ഒരു മനുഷ്യന് 3 അന്തസ്സുകൾ ക്രിസ്തുവിനെ പ്രതി പുലർത്തേണ്ടതായിട്ടുണ്ട്. 1, റോയൽ ഡിഗ്നിറ്റി. 2, പ്രീസ്റ്റ്ലി ഡിഗ്നിറ്റി. 3, പ്രൊഫറ്റിക്കൽ ഡിഗ്നിറ്റി. കാരണം പഴയ നിയമത്തിലെ 3 നായക സ്വരൂപങ്ങളാണ് രാജാവും പുരോഹിതനും പ്രവാചകനും. പഴയ നിയമത്തിലെ ഈ 3 നായക സ്വരൂപങ്ങളും പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ ഏകമായി പ്രതിഫലിക്കുന്നുണ്ട്. രാജാവും പുരോഹിതനും പ്രവാചകനും. അപ്പോൾ റോയൽ ഡിഗ്നിറ്റി, പ്രീസ്റ്റ്ലി ഡിഗ്നിറ്റി ആൻഡ് പ്രൊഫറ്റിക്കൽ ഡിഗ്നിറ്റി എന്ന് പറയുമ്പോൾ അന്തസ് എന്നൊരു വാക്കാണ് പറയുക. അന്തസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? മലയാളത്തിൽ അന്തസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എന്നാ പറയും? സ്റ്റാറ്റസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല അല്ലേ? നേരത്തെയൊക്കെ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തുമായിരുന്നു? നമുക്ക് നമ്മുടെ കാറ്, നമ്മുടെ ഫോണ്, നമ്മുടെ ഉടുപ്പ്, നമ്മുടെ ചെരുപ്പ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാറ്റസ് നിർണ്ണയിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അയാൾക്ക് നല്ല നിലയും വിലയും ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഇപ്പം അങ്ങനെയാണോ സ്റ്റാറ്റസ് നിശ്ചയിക്കുന്നത്? ആണോ? അല്ല, നമ്മളിപ്പോൾ എഫ് ബിയിൽ നോക്ക്, ആ സ്റ്റാറ്റസ് പൂരിപ്പിക്കാൻ നേരം അവരെ ചോദിക്കുന്ന ചോദ്യം എന്താ നമ്മളോട്? നിൻ്റെ ഇൻകം എത്രയെന്നാണോ? നിൻ്റെ ജോലി എന്താണെന്നാണോ? അല്ല,
വാട്ട് ഈസ് ഓൺ യുവർ മൈൻഡ്? നിൻ്റെ മനസ്സിലെന്താണെന്നാണ് ചോദിക്കുക. അപ്പോഴാണ് നമ്മുടെ പിള്ളേർ തൊട്ടപ്പുറത്തെ മുറിയിൽ അപ്പനും അമ്മയും കിടന്നുറങ്ങുന്നുണ്ട്. ഇപ്പുറത്ത് 14 വയസ്സായ പെങ്കൊച്ച് ഇപ്പുറത്തെ മുറി കിടക്കുന്നുണ്ട്. രാത്രി 11:30 ആയപ്പോൾ അവൾ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു, ഫീലിംഗ് അലോൺ. ഫീലിംഗ് സ്കാറ്റേഡ്. 9 വയസ്സേ ഉള്ളൂ ചെറുക്കന്, പക്ഷെ അവൻ ഇട്ടിരിക്കും ഫീലിംഗ് സ്കാറ്റേഡ്. ഒരാളുടെ അന്ധക്കരണത്തെ ബാധിക്കുന്നതാണ് അയാളുടെ അന്തസ്. നമ്മൾ ഇന്നലെ പറഞ്ഞ ക്ലേ പോട്ടിൻ്റെ ഉദാഹരണം ഓർമ്മയുണ്ടല്ലോ. ആ ഇന്നർ സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ സ്റ്റാറ്റസ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സോക്രട്ടീസ് പറയുന്നത് ഏറ്റവും കുറച്ച് സാധനങ്ങൾ കൊണ്ട് തൃപ്തി വരുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ എന്ന്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അച്ഛന്മാരും മക്കളും അച്ഛന്മാരാണെങ്കിൽ എന്നാ ഗുണം? എൻ്റെ അപ്പനും അച്ഛൻ്റെ അപ്പനും അച്ഛനാണ്. അച്ഛന് അങ്ങനെ കുഴപ്പമില്ലല്ലോ അല്ലേ? ഈ അച്ഛന്മാരാണെങ്കിൽ എന്താ ഗുണമെന്നറിയോ? 2 പേർക്കും ഒരേ പൊക്കമാണെങ്കിൽ അധികം കാപ്പ തയ്പ്പിക്കണ്ട. 2 പള്ളിയിലല്ലേ മാറി മാറിയിട്ട് മനുഷ്യരെ കളിപ്പിക്കാമല്ലോ. സക്കറിയ പുരോഹിതൻ യെരുശലേമിലെ മഹാപുരോഹിതനായിരുന്നു. അയാളുടെ മകനാണ് യോഹന്നാൻ സ്നാപകൻ. ഈ അപ്പൻ ജെറുസലേമിലെ മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ എന്തുമാത്രം സ്വർണ്ണത്തുന്നലുള്ള കാപ്പയൊക്കെ ഉള്ള മനുഷ്യനായിരിക്കും. പക്ഷേ ഈ മോൻ നടന്ന വഴി നോക്കി, എങ്ങും ഒന്നും എത്താത്ത ഒരു ഉടുപ്പ് ഇട്ടുകൊണ്ട് ഒട്ടകത്തോല്, വെട്ടുക്കിളി, കാട്ടുതീന് അല്ലേ. അയാളുടെ അന്ധക്കരണത്തിൽ പുലർത്തിയിരുന്ന മൂല്യബോധം വേറെന്തോ ആണ്. അത് ആ കാലത്തിൻ്റേതോ ആ ലോകത്തിൻ്റേതോ അല്ല. അതുകൊണ്ടാണ് ഈ ഏലിയാവിനൊക്കെ പറ്റുന്ന രോഗം അതാണ്. താന്താങ്ങൾ ജീവിച്ചിരുന്ന കാലത്തിലെ ബഹുഭൂരിപക്ഷത്തിൻ്റെ മൂല്യബോധം അല്ല ഇങ്ങനെ ഈ ഒറ്റയാന്മാരായിട്ട് നടക്കുന്ന മനുഷ്യർ പുലർത്തുന്നത്. ഇപ്പോൾ ഈ മൂല്യബോധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഇവിടുത്തെ മൂല്യബോധം വാല്യൂ സിസ്റ്റം അല്ല, വേറൊരു രാജ്യത്തെ വാല്യൂ സിസ്റ്റം. ഇപ്പം ഇവിടെ നമ്മളിപ്പം നമ്മുടെ ഒരു അമ്മച്ചി മരിച്ചു പോയി എന്ന് വിചാരിക്കാം. ആ അമ്മച്ചിയെ നമ്മൾ ഈ പള്ളിയിൽ കൊണ്ടുവച്ച് അവസാനത്തെ പ്രാർത്ഥന നടത്തും. അപ്പോൾ നമ്മുടെ ഈ സുറിയാനി സഭാ പാരമ്പര്യത്തിൽ 4ാമത്തെ ശുശ്രൂഷയിൽ ഒരു പാട്ട് പാടും. ഈ അച്ഛന്മാർക്ക് കണ്ണിച്ചോരയില്ലാതാ പാട്ട് പാടുന്നത്. സത്യം പറഞ്ഞ് എന്നറിയോ? പൊന്നിനു വിലയില്ല അവിടെങ്ങും. 100 പവനുമായിട്ട് വന്ന അമ്മച്ചിയാണ് കിടക്കുന്നത്. ഒരു തരി പൊന്നിനു വേണ്ടി മരുമോളെ വീട്ടിൽ പറഞ്ഞു വിട്ട സാധനമാണ് കിടക്കുന്നത്. എന്നിട്ടാണ് ഈ അച്ഛന്മാർ പറഞ്ഞത് പൊന്നിന് വിലയില്ല അവിടെങ്ങും അങ്ങീശോയാം വിധിനാഥൻ വിധിപീഠത്തിൽ ഇരിപ്പുണ്ട്. അവിടെ വേറെ വാല്യൂ സിസ്റ്റം എന്നാണ് പറയുക. പുരുഷന്മാർ ചിരിക്കണ്ട കേട്ടോ. വീട്ടിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് ഒരു പാട്ടുണ്ട്. നിങ്ങൾ ഈ മാർത്തോമാക്കാരത് പാടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് യാക്കോബായക്കാർക്ക് ഓർത്തഡോക്സുകാർക്ക് അത് പാടും. വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി ഭീകര സിംഹാസനത്തിൻ്റെ സൗധത്തിലേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോൾ എൻ്റെ ധനമോ മാനമോ ഒന്നും ചോദിക്കത്തില്ല. നീ ചെയ്ത സുഹൃതം, നല്ല പ്രവൃത്തി ഏതാണെന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പം അതൊരു വേറെ വാല്യൂ സിസ്റ്റമാണ്. അപ്പം ഇത് നമ്മുടെ അകത്ത് രൂഢമൂലമായിട്ടുണ്ടോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഈ ക്രിസ്ത്യൻ ഡിഗ്നിറ്റിയിലേക്ക് വളരുന്നത്. അതിൻ്റെ 1ാമത്തെ പന്ഥാവാണ് റോയൽ ഡിഗ്നിറ്റി, രാജകീയ അന്തസ്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച കുരിശിലെ 3 പ്രതികരണങ്ങളുണ്ടല്ലോ, പ്രാർത്ഥന, ക്ഷമ, മൗനം. അതുമായി ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സമചിത്തതയോടെ ആത്മനിയന്ത്രണത്തോടെ അത് നേരിടാൻ പറ്റുന്ന ഒരു നിസ്തോഭമായ ആന്തരിക കാലാവസ്ഥ സൂക്ഷിക്കാൻ പറ്റുക, ഉള്ളിലൊരു വീര്യം സൂക്ഷിക്കാൻ പറ്റുക. സുറിയാനി സഭാപിതാക്കന്മാരിൽ അമ്മ മറിയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള ഒരാൾ സെറൂഗിലെ യാക്കോബാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിത
മറിയത്തെക്കുറിച്ചുള്ളത്. ആദ്യ മാതാവായ ഹവ്വായുടെ ചെവിയിൽ കൂടിയാണ് പാമ്പ് പിശാചിൻ്റെ വചനം വിതച്ചത്. രണ്ടാം ഹവ്വായായ കന്യക മറിയാമിൻ്റെ ചെവിയിൽ കൂടിയാണ് ഗബ്രിയേൽ ദൈവത്തിൻ്റെ വചനം വിതച്ചത്. കർണത്താൽ അവനെ കൈക്കൊണ്ടുതരേ പേറി എന്നൊരു പാട്ടുണ്ട്. ചെവി. ഞാൻ ഈ ചെവിയുടെ കാര്യം പറയാൻ കാരണം, ഈ പള്ളിക്ക് എത്ര വാതിലുണ്ട്? 1, 2, 3, 4, 5, പിന്നെ അതിൽ ഇറങ്ങാം 6. അവിടെയുണ്ടോ? അപ്പോൾ തൽക്കാലം 6. ഇനി ഈ പള്ളിക്ക് എത്ര വാതിലുണ്ട്? ഈ പുള്ളിയല്ല, ഈ പള്ളി. ഇത് പള്ളിയല്ലേ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ ഇതും പള്ളിയാണ്. ഈ പള്ളിക്ക് എത്ര വാതിലുണ്ട്? ഭാരതീയ തത്വവിചാരപ്രകാരം പുരത്തിൽ ശയിക്കുന്നവനാണ് പുരുഷൻ. പുരം എന്നാൽ ശരീരം, പട്ടണം. ശരീരം എന്ന പട്ടണം. പുരുഷൻ എന്നാൽ ജെൻഡർ വൈസ് ഡിഫറൻസ് അല്ല, ആത്മൻ എന്നുള്ള അർത്ഥത്തിലാണ് പുരുഷ പ്രകൃതി എന്നുള്ള സംഖ്യാശാസ്ത്രത്തിൻ്റെ ആ ഒരു ഫിലോസഫിക്കൽ ബേസിൽ നിന്ന് ഉപയോഗിക്കുന്ന സംജ്ഞയാണ് പുരുഷൻ. അല്ല നമ്മൾ വ്യവഹാരിക ലോകത്തിൽ ഉപയോഗിക്കുന്ന മെയിൽ ഫീമെയിൽ എന്നുള്ള രീതിയിലല്ല. ആ പുരമെന്ന പട്ടണത്തിന് 9 വാതിലുകളുണ്ട്, നവദ്വാരങ്ങൾ, നവരത്നങ്ങൾ പോലെ, നവഗ്രഹങ്ങൾ പോലെ. ഇടയ്ക്ക് ഞാൻ ആകെ ടെൻഷനായിപ്പോയി, ഇതിനി പറയാൻ പറ്റുമെന്ന്. കാരണം ഇടയ്ക്ക് പ്ലൂട്ടോ വെളിയിൽ പോയായിരുന്നു നവഗ്രഹങ്ങളില്ലേ. പിന്നെ ഇടയ്ക്ക് തിരിച്ച് കയറ്റിയപ്പോൾ, അതുകൊണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ കൊച്ചു പിള്ളേർ വല്ലതും എഴുന്നേറ്റ് ചോദിച്ചിട്ട് പെട്ടെന്നല്ലേ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാൻ പറ്റും? അപ്പോൾ ഈ നവഗ്രഹങ്ങൾ പോലെ, നവരത്നങ്ങൾ പോലെ, നവദ്വാരങ്ങൾ. അതിൽ 1, 2 വാതിൽ. ഈ 2 വാതിലിനും ഷട്ടറുണ്ട്. നമുക്ക് കാണണ്ട എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യം കാണാതിരിക്കാൻ ഷട്ടർ ഇട്ടാൽ മതി. CJ തോമസിൻ്റെ നാടകമുണ്ടല്ലോ, ആ മനുഷ്യൻ നീ തന്നെ. ആ നാടകത്തിൻ്റെ ആദ്യത്തെ ഡയലോഗ് അറിയാമോ? കണ്ണുള്ളത് തുറക്കാൻ മാത്രമല്ല, അടയ്ക്കാൻ വേണ്ടി കൂടിയാണ്. കണ്ണുള്ളത് തുറക്കാൻ മാത്രമല്ല, അടയ്ക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്കിങ്ങനെ അടച്ചു വയ്ക്കാം. പിന്നെ ഒരു വാതിൽ ഇതാണ്. ഇതിനകത്താണ് ഏറ്റവും മാരകമായ ആയുധം നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. യാക്കോബിൻ്റെ പുസ്തകത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ലോക്ക് എങ്ങനെയാണ്? പുറത്തുനിന്ന് താക്കോലുണ്ടോ? ഒന്നുമില്ല, കഴിഞ്ഞു. എത്ര ദിവസം ഉണ്ടായിരിക്കും അല്ലേ? ഒന്ന്, 2, 3. ഈ 3 വാതിലും ആവശ്യമില്ലാതെയും അനവസരത്തിലും ഉപയോഗിച്ചാൽ ആരെങ്കിലും 2 കഷ്ണം പഞ്ഞിയെടുത്ത് ഈ 2 വാതിൽ അടച്ചോളും. അപ്പം 5 വാതിലിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെയുള്ള 2 വാതിലാണ് ഇത്. ചെവിക്ക് അടപ്പുണ്ടോ? ഇല്ല. ചെവി ഒരു ചെറിയ അവയവമല്ല. പാമ്പ് പിശാചിൻ്റെ വചനം വതച്ചത് ആദ്യ മാതാവായ ഹവ്വായുടെ ചെവിയിൽ കൂടി, രണ്ടാം ഹവ്വായായ കന്യക മറിയാമിൻ്റെ ചെവിയിൽ കൂടി ഗബ്രിയേൽ ദൈവത്തിൻ്റെ വചനം വിതച്ചു. ചെവി ഒരു ചെറിയ അവയവമല്ല. അങ്ങനെയാണെങ്കിൽ ചെവിയുടെ കൺട്രോൾ എവിടെയാണ്? ബോധത്തിലാണ്. ഇപ്പോൾ ഞാനിന്ന് 9:30 കഴിഞ്ഞ് പ്രസംഗിക്കാതിരിക്കാൻ വേണ്ടി അച്ഛൻ എന്നെ 8:15 മൈക്ക് ഏൽപ്പിച്ചു. ഇപ്പം നമ്മൾ 45 മിനിറ്റ് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ഈ 45 മിനിറ്റ് നമ്മൾ ഈ സംസാരിച്ച കാര്യം മുഴുവൻ നിങ്ങളുടെ ചെവി കൂടെ കയറിയിട്ടുണ്ട്. എത്ര എണ്ണം അകത്ത് പോയിട്ടുണ്ട്? എല്ലാം ഒന്നും പോകുമൊന്നും വേണ്ട കേട്ടോ. ഇത് നമ്മുടെ ലുലുമാളിലൊക്കെ പോകുന്ന പോലെ പ്രസംഗം നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതി. മാളൊന്നും വാങ്ങിച്ചുകൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ല. ഉണ്ടോ? നമുക്ക് ആവശ്യമുള്ളത് ദഹിക്കുന്നതൊക്കെ മാത്രം കൊണ്ടുപോയാൽ മതി.
എല്ലാവർക്കും എല്ലാം ഒന്നും വേണ്ട. ഓരോരുത്തരും ഓരോ ആവശ്യത്തിന് ഇവിടെ വന്നിരിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ ഓരോ ലോകമായിരിക്കുന്നത്. അവരുടെ സങ്കീർണതകളുണ്ട്, അവരുടെ പ്രയാസങ്ങളുണ്ട്, അവരുടെ ആഗ്രഹങ്ങളുണ്ട്, അവരുടെ സന്തോഷങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പല കാര്യം പറയേണ്ടി വരുന്നത്. കാരണം മനുഷ്യന് ആവശ്യമുള്ളത്, ഇപ്പം ചിലർ വിചാരിക്കും ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമുണ്ടെന്ന്. ചിലർക്കതാ വേണ്ട, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മനസ്സിലാണ് പതിയേണ്ടത്. പക്ഷെ മനസ്സുണ്ടോ? പിന്നെയും കുഴപ്പമായി. നമ്മൾ വെസ്റ്റേൺ സൈക്കോളജിയും ഇന്ത്യൻ സൈക്കോളജിയും രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഗുരു നിത്യയൊക്കെ ഇന്ത്യൻ സൈക്കോളജിയുടെ ഉസ്താദുമാരാണ്. അപ്പോൾ ഈ ഗുരു നിത്യ ഒരാശയം പറയുന്നുണ്ട്. നിങ്ങൾ ഇപ്പം ഇനിയും ഇടുക്കിയിൽ വരുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ ഇടുക്കിയിൽ വരണം കേട്ടോ, കുമളിയിൽ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസം മന്ത്രിയാണ്. കാരണം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള മെത്രാസനത്തിൻ്റെ അധിപനായതുകൊണ്ട് തേക്കടിയിൽ നിന്ന് ഒരു 6 മൈലേ ഉള്ളൂ എൻ്റെ അരമനയിലേക്ക്. വന്നാൽ ഏലക്കയൊക്കെ ഇട്ട് ചായയൊക്കെ തരാം. എനിക്ക് ഏലത്തോട്ടമൊക്കെ ഉണ്ട്. എനിക്കല്ല കേട്ടോ, അരമനയ്ക്ക്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ, തേക്കടിയിൽ വരുമ്പോൾ, അവിടെ നിന്ന് വന്നാലൊരു 6 മൈലേ ഉള്ളൂ. അവിടെ വന്നാൽ നമുക്ക് സന്തോഷമായിട്ട് ഇച്ചിരി ചായയും ഒക്കെ കഴിച്ച് തിരിച്ചു പോകാം. ഏലക്ക വേണ്ടിയവർക്ക് ഏലക്ക തരാം കേട്ടോ, പൈസ തന്നാൽ മതി. ഈ ഇടുക്കിയിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് മുഴുവൻ മരങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. മലയിൽ നിറയെ മരങ്ങൾ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ പിള്ളേർ വണ്ടി ഇരുന്ന് പറയും, ഇതോ ഭയങ്കര കാടാന്ന് പറയും. മുഴുവൻ ഭയങ്കര കാടാണ്. ശരിക്കും അവിടെ എന്തോ ഉള്ളേ? മരം. പക്ഷെ നമ്മളതിനെ വിളിക്കുന്നത് എന്തുവാ? കാട്. ഈ മനസ്സെന്ന് പറയുന്നത് എന്തുവാ? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് തോട്ട്സ്, ചിന്തകളുടെ സമാഹാരം. അപ്പം നിങ്ങൾ ആ കാടെന്ന് വിളിച്ച സ്ഥലത്തോട്ട് കയറിയിട്ട് ഈ മരങ്ങൾ ഓരോന്ന് വെട്ടിക്കളഞ്ഞാൽ പിന്നെ അവിടെ കാടുണ്ടോ? അപ്പം കാടാണോ മരമാണോ ഉണ്ടായിരുന്നേ? വലിയ ആവശ്യമുള്ളതാണോ ഇതിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരണ്ടേ? അവിടെ കാടാണോ മരമാണോ ഉണ്ടായിരുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സ് എന്ന് വിളിക്കുന്ന ഈ സാധനത്തിന്, അതകത്തോ പുറത്തോ, അതിൻ്റെ ഡിസ്കഷൻ ഇപ്പോഴും നടക്കുന്നേ ഉള്ളൂ. മനസ്സ് എന്ന് വിളിക്കുന്ന സാധനത്തിന് ചിന്തകളുടെ സമാഹാരമാണെങ്കിൽ ചിന്തകളുടെ ബഹുലത കുറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് മനോനാശം സംഭവിക്കുകയാണ്, കാട് വെട്ടിത്തെളിക്കപ്പെടുകയാണ്. നെവർ മൈൻഡ്, നോ മൈൻഡ് എന്നൊക്കെ ബുദ്ധന്മാർ പിന്നീട് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് ഇങ്ങനെ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. മനോനാശം. അതുകൊണ്ടാണ് ഇന്ത്യൻ ട്രഡീഷനിൽ കൃത്യമായി പറയുന്നത് മനസ്സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന്. മനസ്സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. കാരണം എന്താണെന്നറിയോ? മനസ്സുള്ളിടത്ത് സമാധാനം ഉണ്ടാവില്ല, സമാധാനം ഉള്ളിടത്ത് മനസ്സും ഉണ്ടാവില്ല. യോഗ, ചിത്തവൃത്തി നിരോധ യോഗ, അതാണതിൻ്റെ നിർവചനം. ചിത്തത്തിലെ വൃത്തികൾ നിരോധിക്കുക. ഒരു കുളം, ആ കുളത്തിൽ മഴ പെയ്യുന്നു. മഴ പെയ്യുമ്പോൾ ഓരോ മഴത്തുള്ളികളും ആ കുളത്തിലേക്ക് നിപതിക്കുമ്പോൾ ആ തുള്ളി വീണ സ്ഥലങ്ങളിലെല്ലാം ഓരോ തരംഗ ദൈർഘ്യമുണ്ട്. നിങ്ങളൊരു വലിയ കല്ലെടുത്ത് ആ കുളത്തിൻ്റെ നടുക്കിലേക്ക് എറിയുക. ഒരു വലിയ തരംഗം അവിടെ ഉണ്ടായി മറ്റെല്ലാ ചെറിയ തരംഗങ്ങളെയും അതിൻ്റെ കലക്കങ്ങളെയും അത് അവസാനിപ്പിക്കും. അങ്ങനെയാണ് ഈ ജപമാല അല്ലെങ്കിൽ സൂഫിസത്തിലോ ബുദ്ധിസത്തിലോ ക്രിസ്ത്യാനിറ്റിയിലോ
ഹിന്ദുയിസത്തിലും ഒക്കെ ജപമുള്ളിടത്ത് പാപമില്ല, മൗനമുള്ളിടത്ത് കലഹമില്ല എന്നൊരു പ്രമാണം തന്നെ ഉള്ളത്. നിരന്തരമായി ദൈവസാന്നിധ്യബോധം, പ്രസൻസ് ഓഫ് ഗോഡ് ഉള്ളിടത്ത് ചിന്താബഹുലതയില്ല, കലക്കമില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള ചിന്തിപ്പിൻ. അവിടെ ഒറ്റ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ളൂ, നിത്യജീവൻ. ഭൂമിയിൽ ഒത്തിരി കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനുണ്ട്. അപ്പം നമ്മുടെ കൺട്രോൾ നമ്മളിലാണോ ബാക്കിയുള്ളവരിലാണോ എന്നുള്ളതാണ് വിഷയം. മനുഷ്യൻ്റെ ചരിത്രം പഠിക്കുമ്പോഴേ 15-ാം നൂറ്റാണ്ട് വരെ ഒരു ഗോഡ് സെൻറ്റേഡ് യൂണിവേഴ്സായിരുന്നു. 15-ാം നൂറ്റാണ്ടിന് ശേഷം ഒരു ഹ്യൂമൻ സെൻറ്റേഡ് യൂണിവേഴ്സാണ്. ഇപ്പോൾ അടുത്ത ട്രാൻസിഷൻ പോയിന്റിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. മെഷീൻ സെൻറ്റേഡ് യൂണിവേഴ്സിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ ട്രാൻസിഷണൽ പോയിന്റിലെ കൺഫ്യൂഷനാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ഓൾഡ് ജനറേഷൻ, ന്യൂ ജനറേഷൻ സംഘർഷങ്ങളെന്നൊക്കെ പറയുന്നത് അവിടെയാണ്. 1970-കളിൽ മലങ്കരയിലെ മനീഷിയായ ഒരു മെത്രാപ്പൊലീത്തയായിരുന്നു പൗലോസ് മാർ ഗ്രിഗോറിയോസ്. അദ്ദേഹം 1970-കളിൽ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു 50 വർഷത്തിന് ശേഷം സഭാജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടം, there will be a chance for a conflict between sacramental humanism and scientific humanism. ഇപ്പോൾ 50 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് അതിൻ്റെ ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. കൗദാശിക മാനവികതയും ശാസ്ത്രീയ മാനവികതയും, അതായത് ആരാധനാ ജീവിതത്തിലൂടെ നാം രൂപപ്പെടുത്തുന്ന, പത്രോസ് അപ്പോസ്തലൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഇന്നർ മാൻ്റെ, ആന്തരിക മനുഷ്യൻ്റെ സൗന്ദര്യം, ബലം, അതും ശാസ്ത്രീയ മാനവികത രൂപപ്പെടുത്തുന്ന ബാഹ്യ മനുഷ്യൻ്റെ ബലം, ഇത് തമ്മിലൊരു ടഗ് ഓഫ് വാർ സംഭവിക്കും. ഇതിലേതാണ് വേണ്ടത് എന്നുള്ള ഒരാശയക്കുഴപ്പം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ മൊബൈൽ ഇരിക്കുന്നു. നമ്മുടെ കയ്യിലാണ് അതിരിക്കുന്നതെങ്കിലും നമ്മളാണോ അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അതാണോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ സ്ക്രീൻ ടൈം നോക്കിയാൽ മതി. ഒരു ദിവസം വൈകിട്ടൊന്ന് ജസ്റ്റ് നോക്കണം, ഇന്ന് എത്ര സ്ക്രീൻ ടൈം ഉണ്ടായിരുന്നു എനിക്കെന്ന്. ഞാൻ ഓഫ്ലൈനിലും ഓൺലൈനിലും 24 മണിക്കൂറിൽ ഓഫ്ലൈനിൽ എത്ര സമയം ഉണ്ടായിരുന്നു, ഓൺലൈനിൽ എത്ര സമയം ഉണ്ടായിരുന്നു. അപ്പം അറിയാം നമ്മൾ ആരാ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആത്മനിയന്ത്രണത്തിൻ്റെ ഒരു റോയൽ ഡിഗ്നിറ്റി, നമ്മുടെ പരിസരങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നതിന് പകരം പരിസരങ്ങളെ ഗുണപരമായി സ്വാധീനിക്കാൻ ശേഷിയുള്ള മനുഷ്യരായി തീരാനുള്ള ഒരാന്തരിക വീര്യം പുലർത്താൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സെയിൻറ്റ് ബേസിൽ ദ ഗ്രേറ്റ്, കപ്പദോക്യൻ പിതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹം ഒരു വലിയ നോയമ്പ് കാലത്ത് ഒരു 9 പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹെക്സാമെറോൺ എന്ന പേരിൽ അത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒരു 3-4 വർഷം മുമ്പ് അതിൻ്റെ തുടർച്ചയായി 10ഉം 11ഉം പ്രഭാഷണങ്ങൾ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്. അതിൽ 10ാമത്തെ പ്രഭാഷണത്തിൻ്റെ ടൈറ്റിൽ ഓൺ ഹ്യൂമൻ കണ്ടീഷൻ എന്നാണ്. സൃഷ്ടി വിവരണത്തെക്കുറിച്ച്, ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അധ്യായങ്ങളെക്കുറിച്ചുള്ള വലിയൊരു എക്സജറ്റിക്കൽ സർമൺസാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിനകത്ത് പരിമിതികൾ ഇപ്പം നമുക്ക് വായിക്കുമ്പോൾ ചിലത് തോന്നും, അന്നത്തെ ലോകവീക്ഷണ പ്രകാരമാണ് അദ്ദേഹം ബൈബിൾ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും അതിൻ്റെ കാതലായ ആശയങ്ങൾ കാലാതിവർത്തിയാണ്. ഉദാഹരണത്തിന് ഈ 10ാമത്തെ ടെക്സ്റ്റിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയമുണ്ട്. There is a structural difference between human beings and the rest of the creation. മനുഷ്യനും മറ്റ് മൃഗങ്ങളും തമ്മിൽ ഘടനാപരമായ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സ്ട്രക്ചറൽ ഡിഫറൻസ്? ഞാൻ മാർത്തോമായുടെ ഒരു യൂത്ത് ക്യാമ്പിൽ ഇത് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് മൃഗത്തിന് വാലുണ്ട്, മനുഷ്യന് വാലില്ലെന്നാണ്. അടൂർ വെച്ചേ മിടുക്കന്മാരായിരുന്നു. സ്ട്രക്ചറൽ ഡിഫറൻസ് എന്തായിരിക്കും?
എക്സാമ്പിൾ, ഒരു ചെറിയ പൂച്ചക്കുട്ടി എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. ചെറിയൊരു പൂച്ചക്കുട്ടി. അതിൻ്റെ തല ഇവിടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. അതിൻ്റെ നെഞ്ച് ഇവിടെ ഇരിക്കുന്നു, അതിൻ്റെ വയറ് ഇവിടെ ഇരിക്കുന്നു, വാല് ഇവിടെ ഇരിക്കുന്നു. വാല് വിട്ടേരെ. തല, നെഞ്ച്, വയറ്. ഇനി ഈ ജീവിയെ നോക്കിക്കേ. ഈ ജീവിയെ കണ്ടോ? ഇതിൻ്റെ വയറ് ഇവിടെ ഇരിക്കുന്നു, അതിൻ്റെ നെഞ്ച് ഇവിടെ ഇരിക്കുന്നു, ഇതിൻ്റെ തല ഇവിടെ ഇരിക്കുന്നു. എന്നാ വ്യത്യാസം? ഒന്നിങ്ങനെ ഇരിക്കും, ഒന്നിങ്ങനെ ഇരിക്കും. ഒന്ന് വെർട്ടിക്കലും ഒന്ന് ഹൊറിസോണ്ടലുമാണ്. മൃഗങ്ങളെ സംബന്ധിച്ച് രണ്ട് ബേസിക് ഇൻസ്റ്റിങ്സേ ഉള്ളൂ, ഈറ്റിങ്ങും മേറ്റിങ്ങും. ചില മനുഷ്യന്മാർക്കും അതേ ഉള്ളൂ, കൂടിപ്പോയ ഡിബേറ്റിങ്ങും. വേറെ ഒരു പണിയില്ല. എന്നാൽ മനുഷ്യന് ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ, ബോധത്തെ മുകളിലേക്ക് പരിണമിപ്പിക്കാൻ, ഊർധ്വഗമനം നടത്താൻ സാധ്യതയുള്ള ഒരു ക്രിയേഷനാണ്. അതാണ് മനുഷ്യൻ്റെ മകുടം, സൃഷ്ടിയുടെ മകുടം എന്ന് മനുഷ്യനെ വിശേഷിപ്പിക്കുന്നത്. എല്ലാത്തരം വിശപ്പുകളും ആരംഭിക്കുന്നത് നാഭിയെ ചുറ്റിപ്പറ്റിയാണ്. അത് ഭക്ഷണത്തിൻ്റെ വിശപ്പ് മാത്രമല്ല കേട്ടോ. അധികാരത്തിൻ്റെ വിശപ്പ്, കാമത്തിൻ്റെ വിശപ്പ്, പ്രശസ്തിയുടെ വിശപ്പ്, എല്ലാ വിശപ്പും ആരംഭിക്കുന്നത് നാഭിയെ ചുറ്റിപ്പറ്റിയാണ്. അതുകൊണ്ടാണ് ആയുർവേദത്തിലൊക്കെ പറയുന്നത്, ഏത് കാരണം കൊണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചവന്മാരെ പോത്തിനെ ഇടുന്നത് പോലെ തല മുഴുവനൊന്നും വെള്ളത്തിൽ മുക്കി പിടിക്കണ്ട, അരയ്ക്കൊപ്പം വെള്ളത്തിൽ കുറച്ചേറെ ഇട്ടാൽ മതി. അരയൊന്ന് തണുത്ത് കിട്ടിയാൽ മതി, തല തണുത്തോളൂ. സ്നിക്കേഴ്സിൻ്റെ ഒരു പരസ്യമില്ലേ, വിശക്കുമ്പോൾ നിങ്ങളല്ലാതാവും. മനുഷ്യൻ ഏത് വിശപ്പ് വന്നാലും അവൻ മനുഷ്യനല്ലാതാവും. അപ്പം അതിനെ കൺട്രോൾ ചെയ്യണം. അവൻ്റെ കായബലം അനുസരിച്ച് അവന് ജീവിക്കാൻ പറ്റില്ല. ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെ സേവിക്കാൻ അവൻ അനുവാദമില്ല. അപ്പോൾ ഈ കായബലത്തെ നിയന്ത്രിക്കാൻ ഇതിൻ്റെ മുകളിലൊരു സാറിനെ വെച്ചിട്ടുണ്ട്, മനോബലം, വിൽ പവർ. മനസ്സ് പിടിച്ചാൽ കിട്ടുമോ? മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഞാൻ ഒരു കഥ പറയാവേ. നമ്മുടെ കട്ടപ്പനയിലെ മത്തായി ചേട്ടൻ്റെ കഥയാണ്. എന്നോടിത് സുഭാഷ് ചന്ദ്രനാണ് പറഞ്ഞു വന്നത്. ഒരു ആശ്രമത്തിൽ വന്നപ്പം സുഭാഷ് പറഞ്ഞ കഥയാണ്. ഇതുപോലെ ഈ എഴുത്തിനെഴുതുന്ന ഒരു സമയത്ത് സുഭാഷ് പനച്ചിക്കാട്ട് അമ്പലത്തിൽ എഴുത്തിനെഴുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ താമസിക്കുകയാണ് ഒരു രാത്രിയിൽ. അയാളെക്കുറിച്ച് ഒരു വാക്ക് പറയണമെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ അയാൾ എഴുത്തിനെഴുത്തുന്നതിന് മുമ്പ് 3 ദിവസം നോയമ്പെടുക്കുമായിരുന്നു. അപ്പോൾ ആശ്രമത്തിൽ ഞങ്ങളന്ന് മീനൊക്കെ കൊടുത്തപ്പോൾ അയാൾ പറയുകയാണ്, എഴുത്തിനെഴുത്താൻ പോവല്ലേ 3 ദിവസം. ഒരു സെക്കുലർ എഴുത്തുകാരനാണ്. അപ്പോൾ അയാൾ പുലർത്തിയ ഒരു വ്രതശുദ്ധിയുണ്ട്. അയാൾ ചെയ്യുന്ന കർമ്മത്തോട് അയാൾ പുലർത്തിയൊരു ശുദ്ധിയുണ്ട്. അപ്പോൾ അയാൾ പറയുകയാണ്, ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഓരോ കഥ പറഞ്ഞിരുന്നപ്പോഴാണ് പറയുന്നത്, കട്ടപ്പനയിൽ ഒരു മത്തായി ചേട്ടൻ്റെ കഥ. ഈ അച്ഛന്മാരുടെ കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. ഈ മത്തായി ചേട്ടൻ തികഞ്ഞ മദ്യപാനിയായിരുന്നു. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ താമര, എപ്പോഴും വെള്ളത്തിലാണ്. അപ്പോൾ താമര കേട്ടിട്ടില്ല? അപ്പോൾ ഈ മത്തായി ചേട്ടൻ്റെ പള്ളിയിൽ ഒരു പുതിയ കൊച്ചച്ചൻ വന്നു. ഈ കൊച്ചച്ചൻ സൈക്കോളജിയൊക്കെ പഠിച്ച അച്ഛനായിരുന്നു. ഈ കൊച്ചച്ചന് നല്ല ആവേശമുണ്ട്, വല്യച്ഛനോടെ ഉണ്ട്. അപ്പം ചെന്നപാടെ കമ്മിറ്റിക്കാർ പറഞ്ഞു, അച്ഛാ, നമ്മുടെ മത്തായി ചേട്ടൻ പൂർണ്ണ സമയം മദ്യപാനമാണ്. മത്തായി ചേട്ടൻ്റെ മദ്യപാനത്തിൽ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷിക്കണം. അച്ഛൻ ഈ കൗൺസിലിംഗ് ഒക്കെ പഠിച്ചതല്ലേ, മത്തായി ഒന്ന് ഉപദേശിക്കണം. ഓ, കൊച്ചച്ഛനല്ലേ, ആവേശം ഇറങ്ങി. ഈ മത്തായി ആകെ പച്ചയ്ക്ക് നിൽക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ രാവിലെ പശുവിനെ കറക്കുമ്പോൾ മാത്രമാണ്, വെളുപ്പിന് 4:30. കാരണം കൈ മറ്റേതുകൊണ്ട് ഇത് നിൽക്കത്തില്ല, കെട്ടത്തില്ല. അപ്പം ഇത് കഴിഞ്ഞ അന്നേരം പുള്ളി പിന്നെ വെള്ളത്തിലാണ്.
അപ്പോൾ ഈ അച്ഛൻ രാവിലെ 4:30 കാലത്തൊഴുത്തി ചെല്ലും. ഈ 4:30 ചെന്ന് മത്തായി ഉപദേശിക്കാൻ തുടങ്ങും. 1 മാസമൊക്കെ മത്തായി സഹിച്ചു. അവസാനം ഈ അച്ഛൻ്റെ ഒരു കഠിനാധ്വാനവും പ്രയത്നവും ഒക്കെ കണ്ട് ഇയാളുടെ ഉപദേശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മത്തായി കള്ളുകൂടി നിർത്തി. ഒരു 6 മാസം ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മത്തായിയുടെ പള്ളിയിലെ പെരുന്നാൾ വന്നത്. ഇപ്പം ഈ നമ്മുടെ നാട്ടിൽ ആരും മുഴുക്കുടിയന്മാരൊന്നുമില്ല, എല്ലാവരും ഒക്കേഷണലി കള്ളു കുടിക്കുന്നവരാണ്. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ. അപ്പോൾ ഈ ഒക്കേഷണലി കുടിക്കാൻ പറ്റിയ ഒരു ഒക്കേഷനാണല്ലോ പള്ളിപ്പെരുന്നാൾ. പള്ളിയുടെ പ്രദക്ഷിണം ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ദേ മത്തായി ഓടെ കിടപ്പുണ്ട്. കൊച്ചച്ഛന് ഭയങ്കര സങ്കടം. കാരണം കൊച്ചച്ഛനാണ് ഈ കാപ്പയൊക്കെ ഇട്ടങ്ങ് ഇറങ്ങി വന്നത്. മത്തായി ആണ്ട വഴി കിടക്കുന്നു. ഈ മത്തായിക്ക് ഉപദേശം കൊടുത്തപ്പോൾ കൊച്ചച്ഛൻ മത്തായിയോട് പറഞ്ഞായിരുന്നു, മത്തായി വിൽ പവർ ഉപയോഗിച്ച് മദ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മുക്തി പ്രാപിക്കണം എന്നൊക്കെ ടിപ്പൊക്കെ പറഞ്ഞു കൊടുത്താ ദേ കിടക്കുന്നു. മത്തായിയുടെ അടുത്തോട്ട് കൊച്ചച്ഛൻ ചെന്നു. റാസയുടെ ഇടയ്ക്ക് തന്നെ ചെന്നു. മത്തായി ചേട്ടാ എന്ന് വിളിച്ചു. ഈ 1 മാസം കാലിത്തൊഴുത്തി കേട്ട ശബ്ദമായതുകൊണ്ട് മത്തായിക്കിത് ഏതുറക്കത്തിലും കിട്ടും. മത്തായി ആ അബോധാവസ്ഥയിൽ നിന്ന് ചാടി എണീറ്റു. ആകെ അരയിൽ ഒരു മുണ്ടേ ഉള്ളായിരുന്നു. അതും കൂടെ അഴിച്ചിട്ട് അച്ഛനെ ബഹുമാനിച്ചു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ, അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ കള്ളുകൂടിയൊക്കെ നിർത്തി. ഞാൻ എൻ്റെ വിൽ പവർ ഉപയോഗിച്ച് ഞാൻ മദ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. പക്ഷെ അച്ഛാ, ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് വല്ലാത്തൊരു സങ്കടം. ഞാൻ എൻ്റെ വിൽ പവറിൻ്റെ അടിമയായി പോയോ എന്നൊരു സംശയം. ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം മനസ്സിലുണ്ടാകുമ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഇതിൻ്റെ മുകളിലൊരു സാറിനെ വെച്ചിട്ടുണ്ട്. ഈ സ്ട്രക്ചറാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. There is a structural difference between human beings and the rest of the creation. 1600 വർഷം മുമ്പ് സഭാപിതാക്കന്മാർ എഴുതിയിരിക്കുന്ന അറിവാണ്. ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന സാറാണ് നിൻ്റെ ഡിസേൺമെൻറ്റ്. ആത്മീകനോ സകലവും വിവേചിച്ചറിയുന്നു. പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടില്ലേ, സ്പിരിച്വാലിറ്റി ഈസ് എ മാറ്റർ ഓഫ് ഡിസേൺമെൻറ്റ്. നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള വിവേകം. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയും, നിങ്ങൾ ഇതുവരെ പാലല്ലേ കുടിച്ചത്, ഇനി കട്ടിയുള്ള ആഹാരം കഴിക്കണ്ടായോ? എന്താ കട്ടിയുള്ള ആഹാരം? നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള ദൈവിക പരിജ്ഞാനം. ദ ഡിവൈൻ വിസ്ഡം ടു ഡിസേൺ വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ഈവിൾ. അത് കിട്ടുന്നതാർക്കാ? തഴക്കം വന്ന ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക്, മെച്യൂരിറ്റി ഉള്ളവർക്ക്, പാകം വന്നവർക്ക്. തഴക്കം വന്ന ഇന്ദ്രിയങ്ങൾ, സ്പിരിച്വലൈസിങ് ദ സെൻസസ് എന്നൊരു പ്രയോഗം തന്നെ പൗരസ്ത്യ പാരമ്പര്യത്തിലുണ്ടാവുന്നത് ആ ബിബ്ലിക്കൽ പാസേജിൽ നിന്നാണ്. നമ്മുടെ ആരാധനാ ജീവിതം, ഞാൻ പറഞ്ഞില്ലേ സാക്രമെൻ്റൽ ഹ്യൂമനിസം, ആ ആരാധനാ ജീവിതത്തിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനുണ്ടാവുന്ന ശുദ്ധിയും ശക്തിയും. നമ്മൾ ഇന്നലെ മുതൽ ആ ഇന്നർ സ്പേസിനെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് നിറച്ചു തരുന്നത് നമ്മുടെ കൗദാശിക ജീവിതമാണ്. ആ ആരാധനാ ജീവിതം നമുക്ക് തരുന്ന ആ ഒരു നിർമ്മല ചിത്തം, മുക്തമാനസം, നമ്മൾ എത്രയെല്ലാം വാക്കുപയോഗിച്ചു, അതാണ് യഥാർത്ഥത്തിൽ ദ റോയൽ ഡിഗ്നിറ്റി. ഇനി രണ്ടാമത്തേത്, ഇനി 10 മിനിറ്റും കൂടെ ഉള്ളൂ, 2 കാര്യമുണ്ട്, ഞാൻ പെട്ടെന്ന് നിർത്താം കേട്ടോ. പ്രീസ്റ്റ്ലി ഡിഗ്നിറ്റി രണ്ടാമത്തേത്. പൗരോഹിത്യപരമായ അന്തസ്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ മൺപാത്രത്തിലെ നിധി എഴുതിയ ബിഷപ്പ് ഫുൾട്ടൻ ജഷീനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ വേറൊരു പുസ്തകമുണ്ട്, അച്ഛന്മാർക്ക് വേണ്ടി മാത്രം എഴുതിയൊരു പുസ്തകം, ദ പ്രീസ്റ്റ് ഈസ് നോട്ട് ഹിസ് ഓൺ. പുരോഹിതൻ അവന് സ്വന്തമല്ല. 500 പേജുള്ള പുസ്തകമാണ്. നമ്മുടെ സിനിമാക്കാരൻ ജോൺ ബോൾ അത് മലയാളത്തിലേക്ക് മുഴുവൻ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളതാണ്. ദ പ്രീസ്റ്റ് ഈസ് നോട്ട് ഹിസ് ഓൺ.
പുരോഹിതൻ അവന് സ്വന്തമല്ല. ആ പുസ്തകത്തിൻ്റെ കാതലായ ഒരാശയമാണ്. ആ ആശയമാണ് ആദിയോടന്ത് അതിനകത്ത് വിശദീകരിക്കുന്നത്. പഴയ നിയമ പൗരോഹിത്യവും പുതിയ നിയമ പൗരോഹിത്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. പഴയ നിയമ പൗരോഹിത്യത്തിൽ ബലി അർപ്പിക്കുന്നത് അഹറോനാണ്, ബലിയാവുന്നത് ആടോ മാടോ ചങ്ങാലിയോ ആണ്. പുതിയ നിയമ പൗരോഹിത്യത്തിൽ ബലി അർപ്പിക്കുന്നത് ക്രിസ്തുവാണ്, ബലിയാകുന്നതും ക്രിസ്തുവാണ്. അപ്പോൾ പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചക്കാരായ നമ്മൾ ബലി അർപ്പിക്കുമ്പോഴും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴും ബലിയാകാനുള്ള ഒരു പരിശീലനം കൂടിയാണ് നേടുന്നത്. ഒരാത്മപരിത്യാഗത്തിൻ്റെ പരിശീലന കളരി കൂടിയാണ് ഓരോ വിശുദ്ധ കുർബാനയും. എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീനെന്ന് അവൻ പറഞ്ഞത് ഈ ആക്ഷൻ മാത്രമല്ല, അവൻ്റെ ജീവിതം മുഴുവൻ ഓർത്തെടുത്ത് അനുകരിക്കാനാണ്. സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്ത അവൻ്റെ ജീവിതം അനുകരിക്കാനാണ്, അത് ഓർത്തെടുക്കാനാണ്. അതിൻ്റെ സെറിമോണിയൽ സെലിബ്രേഷനാണ് നമ്മൾ നടത്തുന്നത്. ആ സെലിബ്രേഷനിൽ അത് അവസാനിക്കുന്നില്ല, അതവിടെ തുടങ്ങുവാണ്. ബലിയാകാനുള്ള പരിശീലനം അവിടെ തുടങ്ങുവാണ്. മറ്റുള്ളവർ കരുതാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ, കൺസേൺ ഫോർ അതേഴ്സ്. ആ ഒരു ബലിയാകലിൻ്റെ അന്തസ്, അതാണ് പൗരോഹിത്യപരമായ അന്തസ് എന്നുള്ളത് കൊണ്ട് സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 4-ാം നൂറ്റാണ്ടിൽ ഒരു വലിയ ക്രൈസിസ് സഭയിലുണ്ടായി. അതായത് ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് AD 313 മിലാൻ എഡിക്റ്റ് വരുന്നത് വരെ സഭയിൽ വലിയ പെർസിക്യൂഷനാണ്. നമുക്കറിയാം, ചരിത്രം പഠിക്കുന്നവർക്കറിയാം, നീറോ ചക്രവർത്തി മുതൽ എല്ലാവരും സഭയെ പീഡിപ്പിക്കുകയാണ്. ആ കാലത്തെക്കുറിച്ച് ചരിത്രത്തിലെ ഒരു സുന്ദരൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നീറോ ചക്രവർത്തിയുടെ പീഡനകാലത്തേക്കാളും സഭ ഭയപ്പെട്ടത് കുസ്തന്തിനോസിൻ്റെ സമാധാനകാലമാണ്. പിൽക്കാലത്ത് സഭാചരിത്രകാരന്മാർ എഴുതിയ ഒരു വാക്കാണ്. നീറോ ചക്രവർത്തിയുടെ പീഡനകാലത്തേക്കാളും സഭ ഭയപ്പെട്ടത് കോൺസ്റ്റന്റൈൻ്റെ സമാധാനകാലമായിരുന്നു. കാരണം നീറോ ചക്രവർത്തിയുടെ പീഡനകാലത്ത് സഭയിൽ വിശ്വാസധീരന്മാരുണ്ട്, ആത്മബലമുള്ളവരുണ്ട്, വ്രതശുദ്ധിയുള്ളവരുണ്ട്, സത്യ അനുതാപികളുണ്ട്. ഒളിവിടങ്ങളിലും മറവിടങ്ങളിലും ക്രിസ്തുവിനെ ആരാധിച്ചവർ, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവർ, ക്രിസ്തുവിന് വേണ്ടി മരിച്ചവർ അനേകരുണ്ട്. പക്ഷെ പിന്നീട് കോൺസ്റ്റന്റൈൻ്റെ കാലത്ത് ഒഫീഷ്യൽ റിലിജിയനായിട്ട് ക്രിസ്തുമതം മാറിക്കഴിയുമ്പോൾ അമ്പരചുംബികളായ ദേവാലയങ്ങളുണ്ടായി, സ്വർണ്ണ കൊടിമരങ്ങളുണ്ടായി, പെരുന്നാൾ മഹാമഹങ്ങളുണ്ടായി. പക്ഷേ നോയമ്പെടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു, അനുദപിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു, വേദം പഠിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു, ആരാധിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. ഇങ്ങനെ അകത്ത് ബലമുള്ള മനുഷ്യർ കുറഞ്ഞു, പുറത്തിങ്ങനെ നടത്തിപ്പുകാരുടെയും കമ്മിറ്റിയുടെ എണ്ണം കൂടി. ഇത് സഭ നേരിട്ട വലിയ പ്രതിസന്ധിയാണ്. അന്നും ഇന്നും എല്ലാ സഭകളും നേരിടുന്ന പ്രതിസന്ധിയാണ്. അതിൻ്റെ സംഘടനാപരമായ നിലനിൽപ്പ് മാത്രമാണ് സാങ്കത്യമുള്ളത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത് ദൈവരാജ്യത്തിലേക്ക്, മനുഷ്യനെ നിത്യജീവനിലേക്ക് നയിക്കുന്ന രക്ഷാസങ്കേതമാണ് സഭ എന്ന അതിൻ്റെ യഥാർത്ഥമായ മുഖം മറന്ന് കേവലം സ്ഥാവര ജംഗമ വസ്തുക്കളുടെ കണക്കെടുപ്പ് സൂക്ഷിപ്പുകാരായി മാത്രം നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെല്ലാവരും ഒരു മനസ്സോടെ, ആത്മവിമർശനത്തോടെ, കുറെ കൂടി സത്യസന്ധമായി, സത്യ അനുതാപത്തോടെ വിചിന്തനം ചെയ്യേണ്ട ഒരു കാലമാണ്. എന്താണ് സഭയുടെ യഥാർത്ഥ മുഖം? പൗരോഹിത്യപരമായ ഒരു അന്തസ്സ് നാം എല്ലാവരും പുലർത്തേണ്ടതുണ്ട്. ബലിയാകലിൻ്റെ ഒരു രീതിശാസ്ത്രം, ആത്മപരിത്യാഗത്തിൻ്റെ ഒരു രീതിശാസ്ത്രം. പലപ്പോഴും ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ സാഹചര്യങ്ങളുടെ വൈകാരിക സമ്മർദ്ദങ്ങൾ ചിലപ്പോൾ ഈ മൂല്യങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ നമ്മളെ അനുവദിക്കാതിരിക്കുന്ന കാലമുണ്ട്. എന്നെയും അനുവദിക്കാതിരിക്കാം, വൈദികരെ അനുവദിക്കാതിരിക്കാം, നിങ്ങളെയും അനുവദിക്കാതിരിക്കാം. ഓരോ തലങ്ങളിൽ ഈ ഒരു വൈക്ലഭ്യത്തിലാണ്
ഈ ധർമ്മസങ്കടത്തിലാണ് ഇന്നൊരു വിശ്വാസി പെട്ടുപോകുന്നത്. അത് വ്യക്തിപരമായും സമുദായപരമായും നമ്മളെല്ലാവരും പെട്ടുപോകുന്ന ഒരിടമാണത്. മൂന്നാമത് അദ്ദേഹം പറയുന്ന ഒരു അന്തസ്സ് പ്രൊഫറ്റിക്കൽ ഡിഗ്നിറ്റിയാണ്, പ്രവചനപരമായ അന്തസ്സ്. പ്രവചനം, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദീർഘദർശനം നടത്തുന്ന ആൾ അല്ലേ? അങ്ങനെയാണ് നമ്മൾ ബൈബിളിൽ പറയുന്നത്. പ്രവചനം എന്ന വാക്കിൻ്റെ ഒരു എറ്റിമോളജി ഉണ്ട്. എന്താണെന്നറിയോ? പ്രചോദിപ്പിക്കുന്ന വചനമാണ് പ്രവചനം, ഇൻസ്പയറിംഗ് വേർഡ്. പ്രവചനം പറയാനൊരു കാലമുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ ആയുസ്സിനെ 4 തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇപ്പോൾ ഒരാൾക്ക് 100 വയസ്സുണ്ട് എന്ന് സങ്കല്പിച്ച് ആദ്യത്തെ 25 വയസ്സ് വരെ ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ പഠിക്കുന്ന കാലം, സ്കൂളിങ്ങിൻ്റെ കാലമാണ്. ബ്രഹ്മത്തോടൊപ്പം, അറിവിനോടൊപ്പം, സത്യത്തോടൊപ്പം, വെളിച്ചത്തോടൊപ്പം, ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുന്ന കാലം, ഡിസിപ്ലിൻഡ് ലൈഫാണ് അവിടെ. അതിനുശേഷം ഗാർഹസ്ഥ്യം, വീട്, കല്യാണം, കുഞ്ഞുങ്ങളൊക്കെ. അതിനുശേഷം മൂത്ത മകന് 25 വയസ്സാകുമ്പോൾ, അപ്പോൾ നമുക്കൊരു 50-52 വയസ്സാകുന്നു. അപ്പോൾ കാശിക്ക് പോകണ്ട, വാനപ്രസ്ഥത്തിന് പോകണം. അതായത് താക്കോലൊക്കെ മക്കളെ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇടത്തെ ചെവിയുടെ താഴെ 3ാമത്തെ താടി രോമം നരയ്ക്കുമ്പോൾ വാനപ്രസ്ഥം ആരംഭിക്കുന്നു എന്നാണ്. പിന്നെ ഗോദറേജൊക്കെ ഉള്ളതുകൊണ്ട് 90 ആയാലും നമുക്ക് വാനപ്രസ്ഥത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ആ വാനപ്രസ്ഥകാലം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു കുടിൽ കെട്ടി കുടീശ്വരനായിരുന്ന് പ്രധാന മുറികളും നിക്ഷേപങ്ങളും എല്ലാം മൂത്ത മകനെ ഏൽപ്പിച്ചതിന് ശേഷം ബ്രഹ്മചര്യകാലത്ത്, അതായത് ആദ്യം നമ്മളുടെ ബാല്യകൗമാരങ്ങളിൽ നമ്മൾ പഠിച്ച വേദധ്യാനങ്ങൾ ഒന്നും കൂടി വീണ്ടും വേദപുസ്തകങ്ങൾ എടുത്ത് വായിച്ച് നമ്മുടെ മകൻ്റെ മക്കളെ, കൊച്ചുമക്കൾക്ക് ആ വേദപുസ്തകത്തിലെ അറിവുകൾ പറഞ്ഞു കൊടുത്ത് പ്രചോദിപ്പിക്കുന്ന വചനങ്ങളാൽ അവരുടെ ക്യാരക്ടർ ഫോർമേഷനെ സഹായിക്കേണ്ട കാലമാണ് വാനപ്രസ്ഥം. പക്ഷെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത പറയുന്നത് എന്നറിയോ? 60 വയസ്സ് വരെ ഇവന്മാർ തെറി പറയും, 60 കഴിഞ്ഞാൽ ചൊറി പറയും. ഇവരെപ്പോഴാണ് നെറി പറയുന്നതെന്ന് അറിയത്തില്ല. ഈ 60 വയസ്സ് വരെ തെറി എന്ന് പറഞ്ഞാൽ തെറിച്ച വർത്താനം എന്ന് വെച്ചാൽ ഈ ചീത്തവാക്കെന്നല്ല. കാരണം നമുക്ക് ആരോഗ്യവും ജോലി സമ്പത്തും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ അഹങ്കാരത്തിൻ്റെ വർത്താനമൊക്കെ അറിഞ്ഞറിയാതെ നമ്മുടെ വായിൽ നിന്ന് വരും. എന്നെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്, ഈ സാധനത്തിൻ്റെ കാര്യം പറയും തെറി എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെയോ റിട്ടയർ ചെയ്ത് വീട്ടിൽ ഇരിക്കുക. അപ്പം എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. റിട്ടയർ ചെയ്ത് വീട്ടിൽ ചുമ്മാ ഇരിക്കും. വന്നാൽ ഒരു 11 മണിക്ക് ഒരു കാപ്പി കൊടുത്തേക്കാന്ന് വിചാരിച്ച് പൂമുഖവാതുക്കൽ പൂന്തിങ്കളായി ഒരു കാപ്പിയായിട്ട് അവിടെ ചെല്ലും അമ്മമ്മ. അന്നേരമാണ് കാപ്പിക്ക് ഉപ്പില്ല, ചൊറിയുന്ന വർത്താനമായി. ഇവരെപ്പോഴാണോ നെറി പറയുന്നതെന്നാണ് കുഞ്ഞുണ്ണി മാഷി ചോദിക്കുന്നത്. പ്രചോദിപ്പിക്കുന്ന വചനം. നമ്മളെല്ലാവരും കൂടുതൽ എക്സ്പയറി ഡേറ്റുള്ള സംഗതികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല, ഓപ്പോസിറ്റാണ്. നമ്മളിപ്പോൾ വീട് എക്സ്പയർ ചെയ്യുന്ന സാധനമാണ്. വീടെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിടാനുള്ളത്, വിട്ട് കളയാനുള്ളതെന്നാണ് അതിൻ്റെ എറ്റിമോളജി. വീട്, ഫോണ്, കാറ്, ഉടുപ്പ്, ചെരുപ്പ്. നമ്മുടെ സംസാരങ്ങളിൽ കൂടുതൽ അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്നതാണ് കേട്ടോ. കുഴപ്പമായിട്ട് പറയുന്നല്ല കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഏത് പുസ്തകമെന്ന് വിട്ടുപോയി, മനുഷ്യൻ ലാംഗ്വേജും ലൈറ്റും ആണല്ലോ അവൻ്റെ എവല്യൂഷനിലെ ഏറ്റവും വലിയ 2 കണ്ടുപിടുത്തങ്ങൾ. അപ്പം ഈ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് കുറേ തിയറീസ് പറയുന്നുണ്ട് ഭാഷാശാസ്ത്രത്തിൽ.
അതിൽ ഗോസിപ്പിംഗ് തിയറി എന്ന് പറഞ്ഞ വളരെ പോപ്പുലറായിട്ടുള്ള തിയറിയുണ്ട്. ഭാഷ മനുഷ്യൻ വികസിപ്പിച്ചതിൽ ഈ ഗോസിപ്പിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുരങ്ങൻ ഒരു 9:30 കേട്ടോ, എങ്ങനെ 5 മിനിറ്റ് കൂടെ 5 മിനിറ്റ് കൂടെ മതി. അപ്പം ഒരു കുരങ്ങൻ ഒരു മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്നു. അപ്പോൾ താഴെ ഒരു പുഴയുണ്ട്. അവിടെ ഒരു മാൻകുട്ടി വെള്ളം കുടിക്കാൻ വരുന്നു. ഒരു സിംഹം മാനിനെ പിടിക്കാനായിട്ട് പതുങ്ങി പതുങ്ങി പുറകെ വരുന്നു. അപ്പോൾ ഈ കുരങ്ങന് മാനിനോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഈ കുരങ്ങന് ആകെ പറയാൻ പറ്റുന്ന ഒരു സാധനം ഇങ്ങനെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കാമെന്നാണ്. ഉറങ്ങിയവരെ നിങ്ങൾ ഉണർന്ന് എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിപ്പീൻ. അപ്പോൾ കുരങ്ങന് ഇങ്ങനൊരു ശബ്ദം ഉണ്ടാക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതേസമയം ഒരു മനുഷ്യനാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ, എന്നിട്ട് ഈ കുരങ്ങൻ വീട്ടിൽ പോയി പെൺകുരങ്ങനോട് പറയുന്നതും കഴിഞ്ഞു, ആ സംഭവം വിവരിച്ചു. അതേസമയം ഒരു മനുഷ്യനാണെങ്കിലോ ഒരു നോവൽ വരെ വേണം എഴുതും. അത് വെച്ചിട്ട് പ്രശാന്ത സുന്ദരമായ ഒരു സായാഹ്നം, ഒരു ഇളം പേടമാൻ, ആ ചെറിയ കല്ലോലങ്ങൾ തഴുകി വരുന്ന അരുവിയിൽ ഇത്തിരി വെള്ളം കുടിക്കാൻ എത്തുന്നു. തൊട്ടു പിന്നാലെ ഒരു സിംഹം. പിന്നെ അതിനെയൊക്കെ വിശേഷിപ്പിച്ച് ഇങ്ങനെ എഴുതിപ്പോകും. ഇങ്ങനെ മനുഷ്യന് ഭാവന കൊണ്ട് ഇത് പെരുപ്പിച്ചാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടന്നതെന്ന് പറയും. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ന്യൂക്ലിയർ ഫിസിസ്റ്റുകളൊക്കെ അവരുടെ ഈ വലിയ ആറ്റമിക് ഫ്യൂഷൻ്റെയും ഡിഫ്യൂഷൻ്റെയും ഒക്കെ ആ പരീക്ഷണങ്ങളുടെയൊക്കെ ഇടവേളയിൽ അവർ പോയിരുന്ന് സംസാരിക്കുമ്പോൾ അവരൊരിക്കലും ആറ്റമിക് എക്സ്പ്ലോഷനെ കുറിച്ചൊന്നും ആയിരിക്കത്തില്ല സംസാരിക്കുന്നത്. അവർ സംസാരിക്കാൻ പോകുന്നത് മിക്കവാറും പുതിയ ഇൻക്രിമെൻറ്റിനെ കുറിച്ചോ പുതിയ എടുക്കുന്ന കാറിൻ്റെ കളറിനെ കുറിച്ചൊക്കെ ആയിരിക്കും. ഇപ്പം വലിയ സർജന്മാരൊക്കെ വലിയ സീരിയസ് സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ആയിരിക്കത്തില്ല, പുതിയ മെഡിസിനെ കുറിച്ചൊന്നും ആയിരിക്കത്തില്ല. അവരും വളരെ ലെഷർ ടൈമല്ലേ. ഇപ്പം ഞങ്ങൾ അച്ഛന്മാർ ശവസംസ്കാര ശുശ്രൂഷയൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ ഈ പപ്സ് തിന്നുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പം ഈ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ഇന്നേ വരെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ നിത്യജീവനെക്കുറിച്ചോ പറഞ്ഞിട്ട്, അച്ഛനായിരുന്ന സമയത്ത് മുഴുവൻ മെത്രാച്ചൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. നമ്മുടെ സംസാരം എന്ന് പറഞ്ഞ വാക്കിന് തന്നെ ലോകം എന്നർത്ഥമുണ്ട്. നമ്മുടെ വർത്തമാനത്തിൽ അതിന് പ്രസൻ്റ് എന്നർത്ഥമുണ്ട്. അപ്പം നമ്മുടെ വർത്തമാനകാല ലോക ജീവിതം ഇത്രമേൽ നിരാശാഭരിതമാവുന്നതിൻ്റെയും ആഴമില്ലാത്തതാവുന്നതിൻ്റെയും കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സംഗതികളല്ല, എക്സ്പയറി ഡേറ്റുള്ള സംഗതികൾ. ഈ ഭൂമിയിലുള്ളതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും ധ്യാനിക്കുന്നതും. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അത് പറയാൻ കാരണം എന്താണെന്നറിയോ? നല്ല വാക്ക് പറയണം, അതിന് നല്ല ത്രാണി ഉണ്ടാവണമെന്ന് പാട്ടിലുണ്ട്. നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിൽ വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പാരാൻ മരുഭൂമിയിൽ വെച്ച് മോശ 12 ഗോത്രത്തിൽ നിന്ന് 12 പേരെ കനാൻ ദേശം ഉറ്റുനോക്കാൻ വിട്ടു. അതിൽ 10 പേരും തിരിച്ചു വന്ന് നെഗറ്റീവായിട്ട് വർത്താനം പറഞ്ഞ്. യോശുവയും കാലേബും മാത്രമേ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് കൊടുത്തുള്ളൂ. അവർ മാത്രമേ കനാൻ ദേശം കണ്ടുള്ളൂ. എസ്രായും നെഹമ്യാവും ഒരു ജനത മുഴുവൻ നിരാശപ്പെട്ടിരുന്ന സമയത്താണ് അവർ പറഞ്ഞത്, സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും, നാം എഴുന്നേറ്റ് പണിയുക. ബി പോസിറ്റീവ്. ശുഭകാര്യങ്ങൾ പറയാൻ, നല്ല കാര്യങ്ങൾ പറയാൻ, അതല്ലേ സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ വെളിച്ചം പകരാൻ വല്ലാതെ ടോക്സിക്കായ നമ്മുടെ കാലത്ത് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം സുവിശേഷം പറയാൻ നമ്മൾ നിർബന്ധിതരാണ്, സുവിശേഷം ജീവിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. ഈ ലോകം എത്ര ടോക്സിക്കായാലും എത്ര വിഷലിപ്തമായാലും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒരു ക്രിസ്ത്യാനിക്കാവണം. അവൻ്റെ ഉള്ളിൽ സുവിശേഷ മൂല്യങ്ങൾ നിറച്ചുകൊണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ആവണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല ശ്രദ്ധയ്ക്ക് ഹൃദയപൂർവ്വമായ നന്ദി.